الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الحمد لله إحياء علوم الدين ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വളരെ പ്രസിദ്ധമായ കിതാബാണല്ലോ. അതിൻ്റെ തുടർച്ചയാണ്. പ്രധാനപ്പെട്ട രണ്ട് ഭാഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം റിയാളത്തുൻ നഫ്സ് അഥവാ ഒരു മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അതിലെ സുപ്രധാനമായ പല വിവരങ്ങളും നേരത്തെ വിവരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്ന ഭാഗം. ബയാനു ഷവാഹിദിൻ നഖ്ലി മിൻ അർബാബിൽ ബസ്വാഇരി വ ഷവാഹിദി ശർഇ അലാ അന്ന ത്വരീഖ ഫീ മുആലജത്തി അംറാദിൽ ഖൽബി തർക്കു ശഹവാതി വ അന്ന മാദ്ദത അംറാദിഹാ ഹിയ ഇത്തിബാഉ ശഹവാത്ത്. പണ്ഡിതന്മാരും ദീർഘദൃക്കുകളായ മഹാന്മാർ അവരുദ്ധരിച്ച വാക്കുകളും ഖുർആനിക ഉദ്ധരണികളും ഹദീസിലെ ഉദ്ധരണികളും അത് എങ്ങനെയാണ് ഒരു മനസ്സിൻ്റെ രോഗത്തെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വൈകാരികതയെ മാറ്റി നിർത്തേണ്ടത്, രോഗം അത് വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ വൈകാരികതയെ ഫോളോ ചെയ്യുന്നതാണ്. വൈകാരികത അടിമപ്പെടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങൾ സമർത്ഥിക്കുന്ന മഹാന്മാരുടെ ഉദ്ധരണികളാണ് ഇന്നെടുത്ത് ഉദ്ധരിക്കുന്നത്. കാരണം വിവരണങ്ങൾ കുറേ ഭാഗം കഴിഞ്ഞു. ഇനി ആ വിവരണങ്ങളുമായി ബന്ധപ്പെട്ട് മഹാന്മാർ പറഞ്ഞ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുമ്പോൾ കുറച്ചും കൂടി അതിന് സപ്പോർട്ടീവ് ആകും. യാലം അന്നമാ ദക്കർനാഹു ഇൻ തഅമൽഹു ബിഐനിൽ ഇഅ്തിബാർ ഇൻഫതഹത് ബസീറതുക വൻകശഫ ലക ഇലലുൽ ഖുലൂബ് വഅംറാദുഹാ വഅദ്വിയതുഹാ ബിനൂരിൽ ഇൽമി വൽ യഖീൻ. നാം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു ഉൾക്കൊള്ളുന്ന മനസ്സോടെ നോക്കിക്കാണുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ഇൻസൈറ്റ്, നല്ലൊരു ബസീറത്ത്, ഒരു ഉൾക്കാഴ്ച കിട്ടും. വൻകശഫ ലക ഇലലുൽ ഖുലൂബ് വഅംറാദുഹാ. എന്താണ് ശരിക്കും ഒരു ഖൽബിൻ്റെ, മനസ്സിൻ്റെ ശരിയായ രോഗം എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻ എന്താണ്, ഇത് ഒരു ഉറപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ മനസ്സിലാകും. ഇൽമു കൊണ്ട് മനസ്സിലാകും, യഖീൻ കൊണ്ട് മനസ്സിലാകും. അഥവാ നമുക്കൊരു മനസ്സിനൊരു ഉറപ്പ് കിട്ടും. ലിമൻ യസ്തഹിഖു ഫൈൻ അജസ്ത അൻ ദാലിക ഫലാ യൻബഗി അൻ യഫൂതക التصديق والإيمان على سبيل التلقي والتقليد لمن يستحق التقليد. ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു സംഗതി മനസ്സിലാകുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ടത് മഹാന്മാർ പറഞ്ഞത് എന്താണോ അതുപോലെ ചെയ്താൽ മതി, എന്നാലും ഇവിടെ തന്നെ എത്തും. എന്ന് പറഞ്ഞാൽ ഗസാലി ഇമാം പറഞ്ഞത് ഞാനിപ്പി പറഞ്ഞത് ഫോളോ ചെയ്താൽ തന്നെ അവിടെ എത്തും. അഥവാ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ ലക്ഷ്യത്തിലെത്താം എന്നർത്ഥം. അഥവാ തലഖി വ തഖ്ലീദ് ലിമൻ യസ്തഹിഖു തഖ്ലീദ്. അംഗീകരിക്കാൻ പറ്റുമല്ലോ, അംഗീകരിച്ചാൽ മതി. ഒന്നുകിൽ മനസ്സിലാക്കി ചെയ്യുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞവരെ അംഗീകരിക്കാൻ പറ്റുന്നവരെ അംഗീകരിച്ചിട്ട് ചെയ്താൽ തന്നെ അവിടെ എത്തും, ലക്ഷ്യത്തിലെത്തും. അഥവാ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ റൂട്ട് മാപ്പ് നോക്കിയൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലായി അങ്ങനെ പോയാൽ എത്താം. പക്ഷെ ഒരാൾക്ക് റൂട്ട് നോക്കിയിട്ട് എത്രയായിട്ടും മനസ്സിലാകുന്നില്ല. എന്നാൽ പിന്നെ ഈ മനസ്സിലായ ഒരാളില്ലേ, പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്, അയാൾ പോയി വന്നതാണ്, അയാൾ പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ ചെയ്തു നോക്കിയാൽ മതി, എന്നാൽ അവിടെ എത്തും. ഫൈനലിൽ ഈമാനി ദറജത്തൻ കമാ അന്നലിൽ ഇൽമി ദറജത്തൻ. ഈമാനിനും ഇൽമിനും ഓരോ പദവിയുണ്ട്. ഈമാന് ഇന്നൽ ഈമാന യസീദു വ യൻഖുസു. ഈമാൻ എന്ത് ചെയ്യും? ഏറ്റ വ്യത്യാസം, തഫാവുത്ത്, അതിന് ഒരു വ്യത്യാസങ്ങൾ അതുണ്ടാകും. അതുപോലെ തന്നെ ഇൽമിനും വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതിൻ്റെതായ ഒരു പദവിയുണ്ട്. വൽ ഇൽമു യഹ്സുലു ബഅദൽ ഈമാനി വഹുവ വറാഅഹു. ഈമാൻ ഉണ്ടെങ്കിൽ ഇൽമു കിട്ടും. ആദ്യം ഈമാന് സ്ഥിരപ്പെടുത്തണം, ഈമാനിന് ശേഷമാണ് ഇൽമിലേക്ക്. ഈമാന് അതിന് നുഖ്സാൻ ഉണ്ടായാൽ ഇൽമിന് ഹുസൂല് കുറയും, അഥവാ ഇൽമിലേക്ക് എത്തിപ്പെടാനുള്ള വഴി കുറയും.
ഖാല അല്ലാഹു തആല യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈമാനുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമും കൂടി അതിൻ്റെ കൂടെ വരുമ്പോൾ വലിയ പദവി നൽകും. ഈമാൻ ഉണ്ടാകുമ്പോൾ ഇൽമ് ലഭിക്കാനുള്ള വഴിയായിട്ട് അത് മാറും. ഫമൻ സദ്ദഖ ബിഅന്ന മുഖാലഫത ശഹവാതി ഹിയ ത്വരീഖു ഇലല്ലാഹി അസ്സ വജൽ. ഒരാള് ഈ വൈകാരികതയെ മാറ്റി നിർത്തുക എന്നതാണ് അള്ളാഹുവിലുള്ള വഴി എന്ന് മനസ്സിലായി. പക്ഷേ വലം യത്ലി അലാ സബബിഹി വസിർരിഹി ഫഹുവ മിനല്ലദീന ആമനു. പക്ഷെ അയാൾക്ക് എന്ത് കിട്ടിയിട്ടില്ല, അതിൻ്റെ സീക്രട്ടുകൾ എന്താണ്, അതിൻ്റെ ശരിയായ കാരണം എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അയാൾ അല്ലദീന ആമനൂലെത്തി, ഫഹുവ മിനല്ലദീന ആമനു. ഇനി എന്തും കൂടെ വേണം, അല്ലദീന ഊത്തുൽ ഇൽമയും കൂടെ വേണം, ഇൽമും കൂടി വേണം. ഈമാന് മാത്രം പോരാ, ഇൽമും കൂടി വേണം. വൈകാരികത ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, എന്നിട്ട് അതിൻ്റെ ഇൽമു കൂടി നേടുമ്പോഴാണ് ശരിക്കും ഒരാൾ ശരിയായ പദവിയിലേക്ക് എത്തുന്നത്. വൈദത്വല ആലാമാ ദക്കർനാഹു മിൻ അഅ്വാനി ശഹവാതി. എന്നിട്ട് നമ്മൾ ഈ വിശദീകരിച്ചതും കൂടി മനസ്സിലായാൽ ഫഹുവ മിനല്ലദീന ഊത്തുൽ ഇൽം, അയാളാണ് അല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് കിട്ടിയവരെന്ന് പറയുന്നത്. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന. മഹാന്മാരൊക്കെ അങ്ങനെ എണ്ണിയതിനു ശേഷമാണ് അവിടെ പറഞ്ഞത് വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന എന്ന് പറഞ്ഞത് അവിടെയാണ്. എല്ലാവർക്കും നമ്മൾ അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗം എല്ലാവർക്കും നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് അവിടെയാ പറഞ്ഞത്. ഈ വൈകാരികതകൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിനെ പരിശീലിപ്പിക്കാനുള്ള വഴിയാണ് വൈകാരികതകൾ മാറ്റി നിർത്തുക. വൈകാരികതകൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരുതരം അടിമത്വമാണ്. സുഖങ്ങളോടുള്ള വൈകാരികത, സൗകര്യങ്ങളോടുള്ള വൈകാരികമായ അടിമത്വം, അതല്ലെങ്കിൽ സ്ഥാനമോഹങ്ങളോടുള്ള വൈകാരികമായ അടിമത്വം, അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളോടുള്ള വൈകാരികമായ അടിമത്വം. ആ അടിമത്വങ്ങളെല്ലാം ഇതെല്ലാം മനുഷ്യൻ്റെ ചാബല്യമാണ്. അത് മനുഷ്യൻ എന്ന് പറയുന്ന വലിയ അള്ളാഹുവിൻ്റെ സാമർത്ഥ്യം തെളിയിക്കാൻ പടച്ചൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നമ്മളെ ബഹുമാനിക്കണം. എങ്ങനെ? തെറ്റ് ചെയ്യാതെ നന്മ ചെയ്തിട്ട് നല്ല ആശയങ്ങൾ മനസ്സിലാക്കി. ആ നല്ല ആശയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നാം നമ്മെ പരിഗണിക്കലാണ്. നമ്മൾ തെറ്റ് ചെയ്യൽ നാം നമ്മെ ആക്രമിക്കലാണ്. ഖുർആനിന്റെ പ്രയോഗം അങ്ങനെയാണ്. അല്ലദീന ളലമു അൻഫുസഹു, അവരുടെ നഫ്സിനെ ആക്രമിച്ചവരെന്നാണ് തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എപ്പോഴും പറയുന്നത്. ലാലിമി അൻഫുസിഹിം, ഖുർആനിന്റെ പ്രയോഗം എപ്പോഴും അങ്ങനെയാണ്. അതേസമയം സ്വയം സേവ് ചെയ്യുക, സെൽഫ് ലവിങ് എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും. എന്താ? എന്നെ പഠിച്ചത് റബ്ബാണ്. ആ റബ്ബ് അവന്റെ കഴിവ് തെളിയിക്കാൻ അഅജബു മാഫിൽ കൗൻ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അത്ഭുതകരമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ്. ഈ താജ്മഹലൊന്നും അല്ല അത്ഭുതമുള്ള മനുഷ്യന്റെ ബോഡിയാണ് ഏറ്റവും അത്ഭുതമുള്ള മനുഷ്യന്. അത് അള്ളാഹു കഴിവ് തെളിയിക്കാൻ തന്നെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അംഗീകരിക്കലാണ്. അതിനംഗീകരിച്ച് നാം നമ്മെ പടച്ച റബ്ബ് തന്ന കാറ്റലോഗ് മാത്രം, ആ മെഷീൻസിന് തന്ന കാറ്റലോഗ് ഉപയോഗിച്ച് മാത്രം വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് സെൽഫ് ലവിങ്. അതിന് ഒരു ലാംഗ്വേജിൽ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും പുതിയ കിട്ടാൻ വേണ്ടി എന്നല്ല, എനിക്ക് പ്രതിഫലം കിട്ടാൻ, എനിക്ക് റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യത കിട്ടാൻ. ഇതിനാണ് സെൽഫ് ലവിങ് എന്ന് പറയുന്നത്. ഈ സെൽഫ് ലവിങ് ആണ് ശരിക്കും കറക്റ്റുള്ള സെൽഫ് ലവിങ്. അത് മംദൂഹാണ്, അത് അനിവാര്യമാണ്. വല്ലദി യഖ്തദിൽ ഈമാന ബിഹാദൽ അംദി ഫിൽ ഖുർആനി വസുന്നതി വഅഖാവീലിൽ ഉലമാഇ അക്സറു മിൻ അൻ യുഹ്സർ. ഈ പറയപ്പെട്ട ഈമാനിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിശദീകരണങ്ങൾ ഖുർആനിലും സുന്നത്തിലും മഹാന്മാരുടെ പ്രസ്താവനകളിലും ധാരാളമാണ്. അത് തീർക്കാനൊന്നും പറ്റൂല. ഖാല അല്ലാഹു തആല വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. ഒരാൾ വൈകാരികതയെ ബ്ലോക്ക് ചെയ്യാൻ പരിശീലിച്ചാൽ അയാൾക്ക് സ്വർഗം അയാളുടെ വീടാണ്, അയാളുടെ അഭയമാണ് സ്വർഗം, അഭയസ്ഥാനം സ്വർഗമാണ്. ഖാല അല്ലാഹു തആല ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. സ്വഹാബത്തിനെ പറ്റി പറഞ്ഞത് അവരുടെ ഹൃദയങ്ങളെ പരിശീലിപ്പിച്ചെടുത്തിരിക്കുകയാണ്, ട്രെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. നസഅ മിൻഹ മഹബ്ബത്ത ശഹവാത്ത്, വൈകാരികതയോടുള്ള മഹബ്ബത്തിനെ പൂർണ്ണമായി അതിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണങ്ങൾ നടത്തി എടുത്തു മാറ്റിയിരിക്കുക. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ബൈന ഖംസി ശദാഇദ്.
ഒരു സത്യവിശ്വാസിക്ക് പ്രധാനപ്പെട്ട 5 പ്രതിസന്ധികളുണ്ട്. 5 പ്രതിസന്ധികൾ, പ്രധാന പ്രതിസന്ധികൾ. മുഅ്മിനുൻ യഹ്സുദുഹു, മുഅ്മിനുൻ യഹ്സുദുഹു. ഒന്ന്, മറ്റൊരു വിശ്വാസി തന്നെ ഒരു പ്രതിസന്ധിയാണ്. ഹസദുള്ള മുഅ്മിൻ ഒരു പ്രതിസന്ധിയാണ്. മുഅ്മിനുൻ യഹ്സുദുഹു ഒരു പ്രതിസന്ധിയാണ്. അതായത് നമ്മളോട് ഹസദ് വെക്കുന്ന മറ്റൊരു വിശ്വാസി. അപ്പൊ മുനാഫിഖുൻ യബ്ഗുദുഹു, വെറുക്കുന്ന, നമ്മളോട് വെറുപ്പ് കൊണ്ട് നടക്കുന്ന നിഫാഖുള്ളവൻ, കാപട്യമുള്ളവൻ. വക്കാഫിർ, മൂന്നാമത്തത് വക്കാഫിറുൻ യുഖാത്തിലുഹു, എപ്പോഴും ശല്യം ചെയ്യാൻ വരുന്ന ഒരു അവിശ്വാസി. നാലാമത്തത് വശൈത്വാനുൻ യുളില്ലുഹു, പേപ്പിക്കാൻ വേണ്ടി എവിടെ ഉണ്ട് വഴി നോക്കി നടക്കുന്ന പിശാച്. അഞ്ചാമത്തത് വനഫ്സുൻ തുനാസിയുഹു, എപ്പോഴും ഡിബേറ്റിങ്ങുമായിട്ട് വരുന്ന നമ്മുടെ നഫ്സ്, അതൊരു പ്രതിസന്ധിയാണ്. ഫബയ്യന അന്ന നഫ്സ അദുവുൻ മുനാസിഉൻ യജിബു അലൈഹി മുജാഹദതുഹ. അപ്പോൾ നബിതങ്ങൾ ഈ 5 പ്രധാന പ്രതിസന്ധികൾ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നത് എന്താണ്? ഈ നഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ അദുവും കൂടിയാണ്. ഞാൻ ഇങ്ങനെ അർത്ഥം പറയുമ്പോൾ വളച്ചു പറഞ്ഞെന്ന് പറയേണ്ട, ശേഷം അത് വിശദീകരിക്കുന്നു. അദുവ് മാത്രമാണെന്ന് പറയരുത്. അദുവുൻ മുനാസിഉഹു, ശത്രുവും കൂടിയാണ്. യജിബു അലൈഹി മുജാഹദതുഹ, അതിനോട് എന്ത് ചെയ്യണം? നമ്മൾ പോരാടണം. പോരാടൽ അനിവാര്യമായ നമ്മുടെ ഒരു ശത്രുവും കൂടിയാണ് ആര്? നമ്മുടെ നഫ്സ്. വയുർവ, ഹദീസുകളിലൊക്കെ വന്നത് തന്നെയാണ്. അന്നല്ലാഹ തആല ഔഹ ഇലാ ദാവൂദ അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു വഹയി നൽകിയിട്ട് നിർദ്ദേശം കൊടുത്തു. ഹദ്ദിർ വ അൻദിർ അസ്ഹാബക അക്ല ശഹവാത്ത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ബോധ്യം നൽകേണ്ടത്, അവയർനെസ് നൽകേണ്ടതാണ് അക്ല ശഹവാത്ത്. വൈകാരികത വല്ലാതെ എന്ത് ചെയ്യരുത്? ഫോളോ ചെയ്യരുത്. വൈകാരികതക്ക് അടിമപ്പെടരുത്. വൈകാരികതക്ക് അടിമപ്പെടുമ്പോൾ അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും വകവെക്കുന്നത്. വൈകാരികത എന്താണ്? ലൊഴുഫാണ്. വൈകാരികത ഒരു ദൗർബല്യമാണ്. വൈകാരികത കടമപ്പെടരുത്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഖുലൂബൽ മുതഅല്ലിഖത ബിശഹവാത്തി ദുനിയ ഉഖൂലുഹ അന്നി മഹ്ജൂബത്ത്, ദുനിയവിയായ വൈകാരികതകളിൽ ഒരാൾ വല്ലാതെ പെട്ടുപോയാൽ അയാളുടെ അഖ്ല് എന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു അഖ്ലായി മാറും. അയാളുടെ ഇന്റലിജന്റ് ബ്ലോക്ക്ഡ് ആയിരിക്കും എപ്പോഴും. ഈ ദൈവികതയിലേക്ക് പോകാൻ, ഇലാഹിയത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഇപ്പൊ ഇവിടെ വന്നു, ഇവിടെ നല്ല പച്ചപ്പൊക്കെ കണ്ടു, ഈ ഡിസൈനിങ് ഒക്കെ അത് രസമുണ്ട്, വെള്ളത്തിലൊന്ന് ഇറങ്ങുന്നതും വെള്ളം സെറ്റ് ചെയ്യുന്നതും ഒക്കെ രസമുണ്ട്. പക്ഷെ ഈ രസം കാണുമ്പോൾ അവിടെ നിന്നു പോകുന്നത് അത് കാഴ്ചക്കുറവിന്റെ പ്രശ്നമാണ്. കാഴ്ചയുള്ള ഒരാള് എന്ത് ചിന്തിക്കണം? ഇത്രയും ഈ രസം ഈ ഒരു മനുഷ്യൻ സംവിധാനിച്ച ഈ ഒരു സംഗതിക്കുണ്ട്. ആ മനുഷ്യൻ ഇത് സംവിധാനിക്കാൻ പറ്റിയത് എവിടെയാ? അയാൾ ഒരുപാട് പ്രകൃതി കണ്ടപ്പോ, പ്രകൃതിയുടെ സുഖം കണ്ടപ്പോഴാണ് അയാൾക്ക് ഇങ്ങനെ. അപ്പൊ ആ പ്രകൃതിയുടെ സുഖം, അത് കാണുമ്പോഴുള്ള സുഖം, അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് ഇത്രമേൽ സൗന്ദര്യവും ഇത്രമേൽ ആസ്വാദനവും ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ കാണുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളൊരു പദം മാത്രമാണ്, അതൊരു പരിമിതിയുള്ളൊരു പദമാണ്. ആ വാക്ക് മാത്രമാണ്. ആ വാക്കിന്റെ സുഖം എന്ന് പറയുന്നത്, നമ്മളിപ്പോ സ്വർഗത്തെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. സ്വർഗം നിങ്ങളൊരു 10,000 മടങ്ങ് പിന്നെയും വലുതായിട്ട് അതിന്റെ സുഖത്തെ വ്യാഖ്യാനിച്ചാൽ അതെന്തായിരിക്കും? അതിന്റെ അപ്പുറമുള്ളതാണ് അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്നൊരു സംഭവം. അങ്ങനെയുള്ള വലിയൊരു സംഭവം അത് എത്രമേൽ വലുതായിരിക്കും എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ശരിക്കും ഈ ഒരു ആസ്വാദനം. അപ്പോ ഇന്നത്തെ ഈ ഒരു ആസ്വാദനം കാണുമ്പോൾ നമ്മളെ ഫിക്ർ വരേണ്ടത്, കുറച്ചോനെ അതെന്തായിരിക്കും ആ സംഭവം, ലിഖാ, ആ ലിഖാ എന്തായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അത് ഒരു തഫക്കുറാണ്. ഈ തഫക്കുറിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മുത്തവാസിൽ അൽ അഹ്സാൻ, കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തവാസിൽ അൽ അഹ്സാൻ. എന്താ മുത്തവാസിൽ അൽ അഹ്സാൻ? ഇവിടെ കുറെ കുറെ നിമിഷങ്ങൾ സ്വഹാബത്തൊക്കെ കാണുമ്പോൾ അവര് പലതരം ഇതിനെയൊക്കെ അങ്ങനെ ആസ്വദിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസ്വാദനം അതൊന്നൊരു മാറ്ററേ അല്ല, അതൊരു മാറ്ററല്ല, അതൊരു വലിയ വിഷയമല്ല. നബിതങ്ങൾ അപ്പോഴൊക്കെ മുത്തഫക്കിറാണ് എന്നാണ് മുത്തവാസിലുൽ അഹ്സാൻ എന്നതിന് ആ ഹദീസ് വിശദീകരിച്ച മഹാന്മാർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തഫക്കിറാണ്. കാരണം എന്താ? ഈ ഒരു സുഖം കാണുമ്പോഴും ഈ സുഖമെല്ലാം സംവിധാനിച്ച ഒരു റബ്ബിന്റെ ലിഖാ, അതിന്റെ ക്വാളിറ്റി എന്തായിരിക്കും, അതിന്റെ ഒരു ലദ്ദത്ത്, അതിന്റെ ഒരു ടേസ്റ്റ് അതെന്തായിരിക്കും എന്ന് ആലോചിക്കുന്നത് ഭയങ്കര സംഭവമാണ്. ഞാൻ ഒരിക്കൽ ഒരു മഹാന്റെ ഒരു കഥ
ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ദ്വീപ് കാണാൻ പോയി. കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ദ്വീപ്. അപ്പോൾ ആ ദ്വീപിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പലതും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇരിക്കുമ്പോ ഈ ഒരു പണ്ഡിതനും കൂടെ ഒരു ഖാദിമുമാണ്. ഈ പണ്ഡിതൻ ഇങ്ങനെ കരയുന്നു. അപ്പൊ ഈ ഖാദിമു ചോദിച്ചു, എന്താ സംഭവം? അത് കരയാൻ കാരണം എന്താ? അപ്പോ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, ഇതിന് ചുറ്റിലുള്ളത് കടലാണ്, കാണാൻ വളരെ ഭംഗിയുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റാത്ത ഉപ്പുള്ള. ഇവിടെ ഒരു കിണറുണ്ട്, ഈ കിണർ നല്ല ശുദ്ധമായ കുടിക്കാൻ കൊള്ളാം. ഇത് സംവിധാനിച്ചൊരു റബ്ബിന്റെ ഒരു സാമർത്ഥ്യം എത്ര വലുതാണല്ലേ. ചിന്ത പോയത് ഇതിന്റെ ഉടമസ്ഥനായ റബ്ബിലേക്കാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാകും എപ്പോ വൈകാരികതയ്ക്ക് അടിമപ്പെടാതിരുന്നാൽ. അങ്ങനെ ഒരു സുഖം ഉണ്ടാകും. അപ്പൊ വൈകാരികതയ്ക്ക് അടിമപ്പെടുക, ഒരു മനുഷ്യനെ വിഷമിപ്പിക്കുന്നത്, നിങ്ങളുടെ ദുനിയവിലെ ഏതെങ്കിലും ഒരു സുഖം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശഹവാത്തിന്റെ ആളാണ്. അതൊരു വിഷമമായി മാറരുത്. സുഖങ്ങളൊന്നും വിരോധിക്കപ്പെട്ടതൊന്നുമല്ല, സുഖങ്ങൾ വിരോധിക്കപ്പെട്ടതൊന്നുമല്ല. പക്ഷെ സുഖങ്ങൾ ആസ്വദിക്കുന്നത് നിങ്ങളെ എന്ത് ചെയ്യരുത്, നിങ്ങൾ അഡിക്റ്റ് ആക്കരുത്. അത് നിങ്ങൾ അങ്ങനെ സ്വാധീനിക്കരുത്. സുഖങ്ങൾ കിട്ടുമ്പോൾ അത് ഓക്കെ. കാരണം മോമിനായ മനുഷ്യന് സുഖം കിട്ടിയ ശക്കറ, അത് നേട്ടം. ഇനി എന്തെങ്കിലും ഒരു തടസ്സമോ വിഷമോ ഉണ്ടായി, സ്വബറ, കുറച്ചും കൂടി ഡബിൾ. ഒരു വിഷമം ഉണ്ടാക്കാൻ ദ്വാരക്കരുത്. ഒരാൾ മരിച്ചു പോകാൻ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ ദ്വാരക്കരുത്. പക്ഷെ ഒരു അപകടം പറ്റിയാൽ ഒരു മനുഷ്യന്റെ മനസ്സ് വിഷമിക്കരുത്. സ്വബറ, ഇതിന് എത്രയോ മടങ്ങാണ് പ്രതിഫലം. സങ്കടപ്പെട്ടിരിക്കുന്ന പരിപാടിയെ പാടില്ല. അപ്പം ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഹദ്ദിർ വഅൻദിർ അസ്ഹാബക അക്ല ശഹവാത്ത്. നിങ്ങൾ നിങ്ങളെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, സുഖങ്ങൾക്ക് വൈകാരികതകൾക്ക് അടിമപ്പെടാൻ പോകരുത്. ഫൈനൽ ഖുലൂബൽ മുതഅല്ലിഖത ബിശഹവാത്തി ദുനിയ വഖൂലുഹാ അന്നി മഹ്ജൂബ. എപ്പോഴും സുഖങ്ങൾക്ക് അടിമപ്പെട്ടാൽ പിന്നെ എന്നെ ചിന്തിക്കാൻ പറ്റൂല. ഈസാ അലൈഹിസ്സലാം طوبى لمن ترك شهوة حاضرة لموعود غائب لم يره. ഇവിടെയുള്ള ഒരു വൈകാരികമായ ഒരു സുഖം, ആ വൈകാരികമായ സുഖം അത് ഉപേക്ഷിക്കേണ്ടി വരുന്നൊരു സാഹചര്യം വന്നു. അത് സാഹചര്യം വന്നപ്പോൾ അതിനൊരു പ്രയാസമില്ല. കാരണം എന്താ, ആഖിറുണ്ട്. ആഖിറത്തിൽ ഇവിടെ ഈ ഒരു സുഖം നഷ്ടപ്പെട്ടതിന് സുഖം, അവിടെ സുഖം കൂടുതൽ കിട്ടും. പിന്നെ എവിടെ വിഷമം? വീടില്ല, അല്ലെങ്കിൽ വാഹനമില്ല, അല്ലെങ്കിൽ രോഗമുണ്ട്, അതല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധി മനസ്സിനെ വിഷമിപ്പിക്കരുത്. വിഷമിപ്പിച്ചിട്ട് അതിങ്ങനെ കൊണ്ടു നടക്കുന്നതിന് സ്വബർ എന്ന് പറയൂല. വിഷമം ഇല്ലാതിരിക്കാൻ കഴിയുന്നതിനാണ് സ്വബർ എന്ന് പറയുന്നത്. വിഷമം ഇല്ലാതിരിക്കല, വിഷമം ഉണ്ടാകും, പക്ഷെ ആ വിഷമത്തെ കളയാൻ കഴിയണം. ആ വിഷമത്തെ കളഞ്ഞിട്ട് നല്ല തുമാനീനത്തോടെ ഇരിക്കുന്നതാണ് സ്വബർ. വിഷമം ഇങ്ങനെ മൂടി വെച്ചാൽ അവസാനം ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും. ഇങ്ങനെ ഒരിക്കലും വല്ലാതെ വിഷമിച്ചു പോയി. എന്താണെന്നറിയോ, നല്ല പാണ്ഡിത്യവും നല്ല അറിവും ഒക്കെ ഉള്ള ഒരു നല്ല, വളരെ ബഹുമാനിക്കുന്ന വലിയൊരാൾ ഇതുപോലത്തെ നമ്മുടെ ട്രെയിനിങ് സെഷനിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോയി, ജീവിതമൊക്കെ മടുത്തു സാറേ, നമ്മളെ ഇവരെ ഒരു കൊച്ചു മോൻ്റെ സ്ഥാനത്ത് പോലും എത്താൻ കഴിയില്ല. അപ്പോൾ എന്താണ്, കുറെ പ്രയാസങ്ങൾ നിരന്തരം മനസ്സിനെ അലട്ടിയതിനെ കുറിച്ച് അവസാനം പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞുപോയി. അപ്പോൾ ഞാൻ വളരെ വിനയത്തോട് ചോദിച്ചു, അല്ല ഇങ്ങനെ നമുക്ക് പറ്റുമോ? പറഞ്ഞു, ശരിയാണ്, പക്ഷെ അങ്ങനെ ആയിപ്പോയി. അപ്പം അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ഈ സബർ തന്നെ ആകണം. സബർ എന്തുകൊണ്ടാണ്? അത് ഞാൻ മനസ്സിലാക്കിയൊരു വിഷയമാണ്. അത് ജസ ആയിരുന്നു, സബർ അല്ല. എന്ത് പരസ്യമായി നമ്മളൊന്നും പറയുന്നില്ല, അത് ആൾക്കാരുടെ മുമ്പിൽ വഷളാകാതിരിക്കണം. പക്ഷെ മനസ്സുകൊണ്ട് ഇത് ചിന്തിച്ചു പോയാൽ പിന്നെ അതിന് സവാബ് ഉണ്ടാകുമോ? അല്ലാഹു അഅലം. പിന്നെ അവിടെ ഒരു സവാബ്, പ്രതിഫലം ഉണ്ടാകുക എന്നുള്ളത് വളരെ വിദൂരത്താണ്. പ്രതിഫലം ഉണ്ടാകാനും നമുക്ക് നേട്ടമുണ്ടാകാനും എന്തെന്നെ വേണം? ഒരു വിഷമം ഉണ്ടായിട്ട് ആ വിഷമത്തിന്റെ ഒരു വേദന വരുമ്പോൾ ഉടനെ അത് കളഞ്ഞിട്ട് സന്തോഷത്തിലേക്ക് കടക്കാൻ പറ്റണം. ഖാല ഈസാ അലൈഹിസ്സലാം, അതാണ് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. ആഖിറത്തിന്റെ വിഷയം പ്രതീക്ഷിച്ചിട്ട് ദുനിയാവിലെ ഒരു വൈകാരികത മാറ്റിവെക്കേണ്ടി വരുമ്പോൾ അൽഹംദുലില്ലാ, ഐ ആം ഓക്കെ. അത് മനസ്സിനും കൂടി പെയിൻ ഇല്ലാതാകണം. മനസ്സിന് പെയിൻ ഉണ്ടെങ്കിൽ അവസാനം ചെന്ന് നോക്കിയാൽ അക്കൗണ്ടിൽ ഒന്നും വന്നിട്ടുണ്ടാവില്ല. മനസ്സിന്റെ പെയിന് കളയാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ശരിക്കും അത് അക്കൗണ്ടബിലിറ്റി, നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ഇൻകം ആയി മാറുന്നത്. വഖാല നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഖൗമിൻ ഖദിമു മിനൽ ജിഹാദ്. ജിഹാദും കഴിഞ്ഞു വരുന്ന സ്വഹാബത്തിനോട് നബിതങ്ങൾ പറഞ്ഞു, മർഹബൻ ബിക്കും, മർഹബൻ ബിക്കും ഖദിംതും മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ.
നമ്മൾ കഴിഞ്ഞ യുദ്ധം ചെറുതാണ്, വലിയ ജിഹാദിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ആകെ പിടിച്ചു. ഇപ്പൊ തന്നെ ഇനിയൊരു കഷ്ടപ്പാടും ബാക്കിയില്ല, എല്ലാ കഷ്ടപ്പാടും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വരുന്നത്. ഇതിനേക്കാൾ വലുതോ? ഖാല യാ റസൂലല്ലാഹ് മൽ ജിഹാദുൽ അക്ബർ, അതേതാണ് ഇപ്പൊ ഇതിലും വലിയത് ഇനി വേറെ? ഖാല അൽ ജിഹാദുൻ നഫ്സ്, അത് സ്വന്തം നഫ്സിനോടുള്ള പോരാട്ടമാണ്, വൈകാരികതകളോടുള്ള പോരാട്ടമാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹി അസ്സ വജൽ, ശരിയായ പോരാളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വഴിയിൽ സ്വയം നഫ്സിന്റെ എതിരായ വൈകാരികതകളോടുള്ള പോരാടുന്ന മനുഷ്യനാണ്, അതിനോട് പോരാടുന്ന മനുഷ്യനാണ് ശരിയായ പോരാളി. കുഫ അദാക അൻ നഫ്സിക്, എപ്പോഴും നീ സ്വന്തം നഫ്സിനെ പ്രയാസപ്പെടുത്താതിരിക്കുക. വല തുതാബി ഹവാഹാ ഫീ മഅസിയത്തില്ലാ, അള്ളാഹുവിൻ കൽപ്പിച്ചതിന്റെ എതിരായിട്ട് ശരീരത്തെ അനുസരിക്കാതിരിക്കുക. ഇദൻ തുഹാസിമുക യൗമൽ ഖിയാമ, അങ്ങനെ നഫ്സിന് വൈകാരികമായി അടിമപ്പെട്ട് കൊടുത്താൽ ആഖിറത്തിലെത്തുമ്പോൾ അത് തിരിച്ച് നിന്നോട് തർക്കിക്കാൻ വരും. ഫയൽ അനു ബഅദുക ബഅദ, നിന്റെ ശരീരത്തിലെ ഒരവയവം മറ്റൊരവയവത്തെ ശപിച്ചുകൊണ്ടിരിക്കും. ഇല്ല യഗ്ഫിറല്ലാഹു തആല വയസ്തുർ, അള്ളാഹു രക്ഷിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹു പുറത്തിട്ടില്ലെങ്കിൽ ആഖിറത്തിലെത്തുമ്പോൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് വൈകാരികതകൾക്ക് അടിമപ്പെടാതിരിക്കുക, വൈകാരികളുടെ വക്താവാകാതിരിക്കുക. അപ്പൊ വൈകാരികത അതിനോടെങ്ങനെ ഒക്കാല സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ, ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്ത കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കഠിനമായി തോന്നിയത് മിൻ നഫ്സി മറത്തൻ ലീ വമറത്തൻ അലൈ, എൻ്റെ ശരീരമാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും എനിക്ക് കഠിനമായി തോന്നിയത്. എന്താണ്? മറത്തൻ ലീ വമറത്തൻ അലൈ, ചിലപ്പോഴൊക്കെ എൻ്റെ പക്ഷത്ത് നിൽക്കും, ചിലപ്പോൾ എൻ്റെ എതിരുമായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നഫ്സ് എന്ന് പറയുന്നതിന് പൂർണ്ണമായി തള്ളരുത് എന്ന് പറഞ്ഞതാണ്. സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ചിലപ്പോഴൊക്കെ നമ്മളെ ഇബാദത്തിന് ഭയങ്കര താല്പര്യമാണ്, നല്ല കാര്യങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്. അതേസമയത്ത് മറത്തൻ അലയ്യ, ചിലപ്പോഴൊക്കെ തെറ്റായ കാര്യങ്ങൾക്കും ഈ നഫ്സ് പോകും. എന്നിട്ട് പറയാനോ, കാന അബുൽ അബ്ബാസുൽ മൂസലി റളിയല്ലാഹു അൻഹു യഖൂൽ ലിനഫ്സിഹി, അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വന്തം ആത്മവിചാരണ നടത്തിയിട്ട് ചോദിക്കുക, നഫ്സു ലാ ഫിദ്ദുനിയ മഅ അബ്നാഇൽ മുലൂകി തതനഅമീൻ, നീ ദുനിയാവിന്റെ ആൾക്കാർ, ഈ വലിയ വലിയ സമ്പന്നര്, ഭരണാധികാരികള്, ഇവരെ പോലെ സുഖിച്ച് കഴിയണം എന്ന ആ അത്യാർത്തി ഉള്ളവനായി മാറരുത്. വലാ ഫി ത്വലബിൽ ആഖിറതി മഅൽ ഇബാദി തജ്തഹിദീൻ, ചില സമയത്തുള്ള പ്രതിസന്ധി എന്താണ്? നല്ല ആൾക്കാരുടെ കൂടാൻ അവിടെ നിന്നെ കിട്ടുന്നില്ല, അതായത് മഹാന്മാരുടെ കൂടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിന്നെ കിട്ടുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഉള്ള പ്രശ്നം എന്തൊക്കെ? അന്നീബിക്ക ബൈനൽ ജന്നത്തി വന്നാരി തുഹ്ബസീൻ, നിന്നെയും കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റുന്നില്ല, കാരണം നല്ലതിന് നിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. അതേസമയം ചിലപ്പോഴൊക്കെ നീ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മോശമായ ആൾക്കാരുടെ കൂടെ പോകുന്നിടത്ത് നിന്ന് അവിടെ നിന്നെ മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയുണ്ട്, പക്ഷെ ഇപ്പുറത്ത് പോകുമ്പോൾ നിന്നെ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നന്മക്ക് വേണ്ടി പോരാടാനും കൂടി നീ വരണം. ലാ നഫ്സു അലാ തസ്തഹീൻ, സമയമായിട്ടില്ലേ, നന്മയിലേക്ക് പോവുകയല്ലേ, ഉഷാറാകല്ലേ എന്ന് പലപ്പോഴായിട്ട് സ്വന്തം നഫ്സിനോട് അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആത്മവിചാരണാർത്ഥം പറയാറുണ്ടായിരുന്നു. വഖാല അൽ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാൻ, മദ്ദാബത്തുൽ ജമൂഹു ബിഅഹ്വജ ഇലൽ ലിജാമി ശദീദി മിൻ നഫ്സിക്, ഈ ഓടുന്ന കുതിരക്കൊന്നും അല്ല കടിഞ്ഞാണിടേണ്ടത്, നഫ്സിനാണ് കടിഞ്ഞാണിടേണ്ടത്, മൈൻഡിനാണ് കടിഞ്ഞാണിടേണ്ടത്, നമ്മുടെ മനസ്സിനാണ് കടിഞ്ഞാണിടേണ്ടത്. അതാണ് ഏറ്റവും വലിയ കടിഞ്ഞാണിടേണ്ട സാധനം. ഈ നഫ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് അജാഇബുൽ ഖൽബ്, ആ ഭാഗം വിശദീകരിക്കുമ്പോൾ ഈ നഫ്സ് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അത് ഫോളോ ചെയ്തിട്ട് കൂടിയാണ് ഇങ്ങനെ അർത്ഥം പറഞ്ഞത്. നിങ്ങളെ മൈൻഡിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കടിഞ്ഞാണിടേണ്ടത്. മൈൻഡ് അങ്ങനത്തെ ഒരു പറക്കുന്ന സാധനം, അതിവേഗതയിൽ ഇങ്ങനെ പറക്കും. അതുകൊണ്ട് അതിന് കടിഞ്ഞാണിടാൻ പഠിക്കണം. ആ കടിഞ്ഞാൺ എന്താണ്? അള്ളാഹുവിന്റെ അഹ്കാമാണ് കടിഞ്ഞാൺ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ് കടിഞ്ഞാൺ. ആ കടിഞ്ഞാൺ എടുത്തിട്ട് നഫ്സിന് അണിഞ്ഞു കൊടുക്കണം. വഖാല യഹ്യ ഇബ്നുൽ മുആദ് റാസി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറഞ്ഞു, ജാഹിദ് നഫ്സക ബി അസ്യാഫിർ റിയാദ, നീ നഫ്സിനോട് പോരാടണം. എങ്ങനെ? ബി അസ്യാഫിർ റിയാദ, പരിശീലിപ്പിക്കണം. ഉദാഹരണത്തിന് ഈ സദസ്സിലിരിക്കുമ്പോൾ എല്ലാവരും നല്ല ഉന്മേഷത്തിലിരിക്കുന്നു, ഒരാളോട് ഉറങ്ങിപ്പോകുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പോരാടണം, പരിശീലിപ്പിക്കണം. ഉദാഹരണത്തിന് ഉറങ്ങുന്ന ഒരാൾ ഇത് കയ്യിലെടുത്ത് പിടിക്കാൻ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ചാണ്ടല്ല, ഇപ്പോൾ ഒരു സെക്കൻഡിൽ ഇത് പിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു 10 മിനിറ്റ് പിടിക്കുന്ന സമയത്ത് അപ്പോൾ ഉറങ്ങിയാൽ അത് വീണ് പൊട്ടും. അതോടുകൂടെ അതൊരു പരിശീലനമായി മാറും. പരിശീലിക്കുക, നിരന്തരം മനസ്സിനെ നമ്മൾ പരിശീലനം കൊടുത്തിട്ട് അല അർബഅത്തി ഔജുഹിൻ 4 രീതിയിൽ പരിശീലിക്കുക. അൽ ഖൂത്തു മിനത്ത് ത്വആം, ത്വആം ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യാന്നറിയാം, കൂത്താക്കി മാറ്റുക. ത്വആം ആവശ്യം വരുമ്പോൾ കൂത്തായിട്ട് മാറ്റുക. ത്വആം എങ്ങനെയാ? ഹോട്ടലിൽ കയറുന്നു, നമ്മൾ ത്വആം എന്ന ലെവൽ എന്താ? 3 പൊറാട്ട, ഒരു ബീഫ് ഫ്രൈ, അതിന് പുറമെ ഒരു ഷെയ്ക്ക്. അപ്പോൾ ഇത് ത്വആമിന്റെ ലെവലാണ്. ആ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു? ഒരു സമയം വൈകാരികതയെ അടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നത്, തൽക്കാലം നമ്മുടെ ഒരു ഈ ഫഖാറ് നിലനിൽക്കാൻ, നട്ടല് നേരെ നിൽക്കാൻ ആവശ്യമായതിലേക്ക് ചുരുക്കും. അത് കൂത്ത. അങ്ങനെ ചെയ്യാം. 1 വൽഗംദു മിനൽ മനാം, ഓവറായിട്ട് ഉറങ്ങരുത്. ഉറങ്ങാൻ വേണ്ടി ഉറങ്ങരുത്. പകരം എന്ത് ചെയ്യണം? ഉറക്കിനെ അനിവാര്യമായ ഘട്ടത്തിലേക്കൊക്കെ മാറ്റണം. ആരോഗ്യത്തിന് ആവശ്യമായ ഉറക്കുറങ്ങുക, അതുപോലെ നമ്മുടെ ഇബാദത്തിന് സഹായിക്കുന്ന ഉറക്കുറങ്ങുക, ഒരു ഹൈറായ ഒരു ലക്ഷ്യം സാധിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഉറക്കുറങ്ങുക. അങ്ങനെ ഉറങ്ങുക, അല്ലാതെ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാതിരിക്കുക. വൽ ഹാജത്തു മിനൽ കലാം, സംസാരിക്കുമ്പോഴും ആവശ്യമുണ്ടോ അതിലേക്ക് ചുരുക്കുക. സംസാരിക്കുമ്പോൾ ആവശ്യമുള്ള കതിറിലേക്ക് സംസാരത്തെ കൺട്രോൾ ചെയ്ത് ചുരുക്കിക്കൊണ്ടുവരിക ഭയങ്കര പരിശീലനമാണ്. ഈ പരിശീലനം ഒരാൾക്ക് സാധിച്ചാൽ മുമ്പൊക്കെ പ്രഭാഷണങ്ങളിലൊക്കെ വ്യാപകമായി പറയും, സഹോദരിമാർക്ക് സംസാരം കൂടുതലാണ്. ചില സൈക്കോളജി പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് സംസാരം കൂടുതലാണ്. അതിന് സൈക്കോളജിന്റെ ആൾക്കാർ പറയുന്നത് എന്താ അറിയാം, ഒരു തെളിവുണ്ട്. അവർ പറയുന്നത് മനുഷ്യന്റെ പരിണാമഘട്ടം അങ്ങനെയാണെന്ന് അവർ പറയുന്നത്. അതായത് പൊളിറ്റിക്സ്, അതായത് മനുഷ്യന്റെ ഈ ഒരു സാമൂഹികമായ ഈ ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് മനുഷ്യൻ ആദ്യമൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നൊരു ജീവിയാണെന്നാണ് അവർ പറയുന്നത്. പ്രമാണം പഠിച്ചു നോക്കിയാൽ ഏകദേശം സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അപ്പൊ ആദം നബി അലൈഹി സ്വലാം സിലോണിൽ ഇറങ്ങി, ഇവിടുന്നാണ് എവിടെ എത്തിയത്? ജദ്ദയിലെത്തിയത്. അപ്പൊ അങ്ങനെ പഠിച്ചു നോക്കിയാൽ ആ കാലത്തെ ആ ഒരു ചരിത്രം പഠിച്ചാലും ഏകദേശം അതിന് സപ്പോർട്ടീവായിട്ടാണ് കാണുന്നത്. അല്ലാഹു അഅലം. അതായത് മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നൊരു ജീവിയാണ്. പിന്നെ മനുഷ്യൻ എങ്ങനെയായി മാറിയെന്നറിയോ? ഈ കൈകനികളൊക്കെ ഇങ്ങനെ തിന്നുന്നതിന് പുറമെ കുറച്ചൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുക എന്നുള്ളിടത്തേക്ക് മനുഷ്യൻ പിന്നെ മാറി. ഒരു ഘട്ടം, പൊളിറ്റിക്സിലെ ഒരു ഘട്ടം. അപ്പൊ പിന്നെ കൃഷി ചെയ്താൽ അത് വിളവെടുക്കുന്നത് വരെ ഒരു നാട്ടിൽ താമസിക്കേണ്ടി വരും. അപ്പൊ കുറച്ചു കാലം ഒരു അർദ്ധ താമസക്കാരനായി മാറി, ഒരു അർദ്ധ താമസക്കാരൻ. ഈ ഘട്ടങ്ങളിൽ പിന്നെ മനുഷ്യൻ എന്തുകൂടി വന്നു? വേട്ടയാടുക എന്നത് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ജീവിത മാർഗമായി മാറി. അപ്പോൾ പുരുഷനാണ് പുറത്തു പോയിട്ട് വേട്ടയാടുക. അപ്പൊ സ്ത്രീ എവിടെ ഉണ്ടാകുക? താമസ സ്ഥലത്താണ് ഉണ്ടാകുക. ആ സ്ഥലത്ത് സ്ത്രീയുടെ സ്വഭാവം എന്താ? അവിടെ കുട്ടികളുണ്ടാകും, പൂച്ച ഉണ്ടാകും, പശു ഉണ്ടാകും, ആടുണ്ടാകും. അങ്ങനെ അവരുടേതായ അവരുടെ കൂടെ ഇണങ്ങി ജീവിക്കുന്ന ജീവികളൊക്കെ ഉണ്ടാകും. ഈ ജീവികളെയൊക്കെ മെരുക്കുകയും അതിനോടൊക്കെ ഇണങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിൽ എനിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ സഹോദരിമാര് വീട്ടിലുള്ള കോഴിനോട് സംസാരിക്കുന്നുണ്ടാവും, പൂച്ചയോട് പറയുന്നുണ്ടാവും. അതുപോലെ ഇനി ഈ ജീവികളൊന്നും ഇല്ലാത്ത കാലത്ത് ചിലപ്പോൾ മറ്റ് ഗ്രൈൻഡറോടൊക്കെ പറയുന്നുണ്ടാവും. അത് സ്വാഭാവികതയാണ്. ഇത് ഇങ്ങനെ സമർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ അതിനെ വല്ലാതെ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന്. സംസാരം പുരുഷനും അങ്ങനെ തന്നെയാണെന്നുള്ള വാദക്കാരനാണ് ഞാൻ. പക്ഷെ പുരുഷന് സന്ദർഭമായാൽ പുരുഷനും അങ്ങനെയാണ്. സന്ദർഭം അനുകൂലമായ പുരുഷനും സംസാരിക്കും. സന്ദർഭം പ്രതികൂലമാകുന്നത് കൊണ്ടാണ് പുരുഷൻ എന്ത് വന്നത്, ഇങ്ങനൊരു ത്വബഅ് വന്നത് എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ്. സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇപ്പോ പുരുഷനെ കുറിച്ച് ഈ വിഷയം ഈ സൈക്കോളജി പറയുന്ന ആൾക്കാർ പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടായാൽ പുരുഷൻ എന്താ ചെയ്യുക? പുരുഷനൊന്നും മിണ്ടാണ്ടിരിക്കട്ടെ എന്ന്. ഒരു പ്രശ്നം ഉണ്ടായാൽ കുറച്ചൊന്ന് അടങ്ങിയിരിക്കുക. സ്ത്രീ എന്താണെന്നറിയോ? 1000 പോസ്റ്റർ അടിച്ച് എല്ലാവരെയും ഒന്ന് അറിയിക്കട്ടെ എന്ന്.
അതായത് അവരൊന്ന് വിളിച്ചു പറഞ്ഞു, അനുജത്തിനൊന്ന് വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠത്തിനൊന്ന് വിളിച്ചു പറഞ്ഞു, മുത്തശ്ശിനോടൊന്ന് പറഞ്ഞു, ഇളയച്ചനോടൊന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസമായി. പുരുഷനോ, നിങ്ങളൊക്കെ ഒന്ന് മാറി നിന്ന് ഒന്ന് പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കട്ടെ. ഇതാണ് പുരുഷന്റെ സൈക്കോളജി. ഇത് സന്ദർഭം കൊണ്ടുണ്ടായത്. ഈ സ്ഥാനത്ത് രണ്ട് കൂട്ടുകാരാണെങ്കിലോ അവരപ്പോൾ പറയും. ഇപ്പൊ പറയില്ല എന്നല്ല എൻ്റെ അർത്ഥം, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ പ്രവണത മാറുന്നു എന്ന് മാത്രമാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംസാരം എന്നതാണ് ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്നത്. എന്നെ ഞെട്ടിച്ചൊരു സംഭവം പറയാം, ഇപ്പോൾ എളുപ്പമുണ്ടോ ഈ വിഷയം മനസ്സിലാകാൻ. ഒരിക്കലും ഒരു സഹോദരി വന്നു, അവരൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ. സഹോദരി പറയുന്ന പ്രശ്നം എന്താ പറയുക, എനിക്കൊരു 19 വയസ്സുകാരനായ മോനുണ്ട്. ഈ മോന് ഡിഗ്രി തുടങ്ങിയിരുന്നു, പക്ഷെ അതെല്ലാം നിർത്തി. ഇപ്പൊ ഫുൾ ടൈം ഫോണിലാണ്. പാതിരാ സമയമായാൽ ഒരു 11-12 മണിയൊക്കെ ആയാൽ അവൻ്റെ ഫ്രണ്ട്സ് വരും, ആ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. പോയാൽ എവിടെയാ പോകുന്നത്, എവിടെയാ എത്തുക ഒന്നും അറിയില്ല. പലപ്പോഴും പലതരം ലഹരികളിൽ പിടിക്കപ്പെടുകയും ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം എന്നറിയോ, ഒരിക്കൽ ഇവനെ ഒരു മെന്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിൽ ഇവനെ ഇടിച്ചു പൊളിച്ചു, വാതിലൊക്കെ അടിച്ചു പൊളിച്ചു, അവിടെ ചങ്ങലക്കിട്ടു, സടേഷൻ കൊടുത്തു. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇവനിപ്പോൾ ഭയങ്കര എപ്പോഴും പ്രകോപിതനാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഈ ട്രെയിനിങ്ങിൽ വരാൻ കാരണം ഒരാൾ എന്നെ പരിചയപ്പെടുത്തിയാണ്. ആ സാഹചര്യം എന്താണെന്നറിയോ, കഴിഞ്ഞൊരു ദിവസം എന്നെ ഇവൻ 2 വീലറിന്റെ ബാക്കിൽ കയറ്റിയിട്ട് എന്നോട് പറഞ്ഞു 4000 രൂപ വേണം എനിക്ക്. ഭർത്താവ് അയച്ച ക്യാഷിൽ 600 രൂപയെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയുണ്ട് 10 ദിവസം ഭർത്താവ് ക്യാഷ് അയക്കാൻ. ഈ 600 രൂപ കൊണ്ട് 10 ദിവസം കഴിയണം. അപ്പം ഞാൻ വലിയ ബേജാറില്ല. ഞാൻ അവനോട് പറഞ്ഞു, പൈസ ഇല്ല മോനെ, ആകെ 600 രൂപയുള്ളൂ. ഇവന് ബേജാറാക്കിയപ്പോൾ 600 നിനക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ എന്ത് ചെയ്തു എന്നറിയോ, ഈ ഉമ്മാനെ ബാക്കിലിരുത്തിയിട്ട് എല്ലാ അഭ്യാസവും കാണിച്ച് 2-3 കിലോമീറ്റർ ഓടിച്ചു. ഇയാൾ ഉമ്മ പറയാണ്, എൻ്റെ വയറിലുള്ളത് മുഴുവനും കത്തിപ്പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിഷമിക്കാൻ പറ്റുന്ന എല്ലാ വിഷമവും വിഷമിച്ച് അതോടെ തീർന്നു. അമ്മാതിരി എന്നെ അതാബിലാക്കി കളഞ്ഞു മോൻ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പരിഹാരം വേണം? പരിഹാരം വേണം. നമ്മുടെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്ങിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, 16 സെഷനിൽ നിങ്ങൾ പൂർണ്ണമായി പങ്കെടുക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പരിഹാരം ഉണ്ടാകും എന്ന് സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. ഫോളോ ചെയ്യണം പറയുന്ന കാര്യങ്ങൾ. ഒന്നാമത് ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു എന്നറിയാം? മാഷാ അല്ലാഹ്, നിങ്ങളെ മോനുമായിട്ടുണ്ടാകുന്ന സംഭാഷണ രീതിയൊക്കെ ഇടയിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളെ മോനോട് ഒരു അക്ഷരം പോലും സംസാരിക്കാതിരിക്കണം. ഇത് പറയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം പറയുകയാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള ആളോട് മിണ്ടാതിരുന്നാൽ എല്ലാം തീരുമെന്ന് കരുതിയിട്ട് ചെയ്തു നോക്കരുത്. അത് കൃത്യമായ ഫോളോ അപ്പ് വേണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു അക്ഷരം പറയരുത്. അപ്പോൾ അവന് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറയണ്ടേ? ഞാൻ പറഞ്ഞു, വേണ്ട. അപ്പോൾ എനിക്ക് വിശക്കൂലേ? വിശക്കുമ്പോൾ കഴിക്കുമല്ലോ. അപ്പോൾ ഭക്ഷണം എനിക്ക് ഞാൻ അവനക്കും കൂടി ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി വെച്ചോ, അവനും കൂടി ഉണ്ടാക്കി വെച്ചോ. എന്ത് വേണ്ട, നിങ്ങൾ കഴിക്കാൻ പറയണ്ട. അപ്പൊ എന്താ പറഞ്ഞതിന്റെ പോയിന്റ് മനസ്സിലായെങ്കിൽ, ഈ ഉമ്മ ആലോചിച്ചപ്പോൾ ഇങ്ങനെ വന്നത്, അല്ല ഞാൻ അവന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ അവൻ ചൂടാവും. അപ്പം ഞാൻ അതിന് എതിര് പറയും. അപ്പോൾ അവൻ വന്നിട്ട് എന്ത് ചെയ്യും, കഴിക്കുന്ന പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് താഴെ ഇടും, ഒന്നോ കഴിക്കുകയും ചെയ്യും, കഴിക്കാൻ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പ്ലേറ്റ് പൊട്ടിക്കുകയും ഒരു പ്ലേറ്റും ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോ ദിവസവും. ചില ദിവസം എന്നോട് പറഞ്ഞു, പിന്നെ ഇന്ന് മന്തി വേണമെന്ന് പറയും. ചിലപ്പോൾ മന്തിൻ്റെ അരി ഉണ്ടാവില്ല. അപ്പം ഇവൻ എന്ത് ചെയ്യുമെന്നറിയോ, ഈ ഫ്രിഡ്ജ് തുറന്നിട്ട് ഫ്രിഡ്ജിലുള്ള മുഴുവൻ സാധനം വലിച്ചു താഴെടും, ഫ്രിഡ്ജ് തുറന്നിട്ടിട്ടോ. പിന്നെ ഉമ്മക്ക് ഒരു ദിവസം പണി ചെയ്തെടുത്ത് വെക്കുക. കാരണം ഫ്രിഡ്ജിൽ അത്രയും സാധനം വെക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തു വെക്കുമ്പോൾ അത് പ്രശ്നം. ഇങ്ങനെ ദുരിതം പറഞ്ഞ ഉമ്മാനോടാണ് ഞാൻ എന്ത് പറയുന്നത്, നിങ്ങളും മോനോട് ഒരക്ഷരം സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഉമ്മ എന്നോട് അവസാനം കുറേ എല്ലാം ആലോചിച്ച് സമ്മതിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഈ ഒരാഴ്ച പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞു. രണ്ടാമത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പൊ പെരുമാറ്റത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സംസാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്. സംസാരം പ്രശ്നം സൃഷ്ടിക്കുന്നത് വളരെയേറെ കൂടുതലാണ്. അത് ഫാമിലിയിലാണെങ്കിലും
ജോലി സ്ഥലത്താണെങ്കിലും സാമൂഹ്യ പശ്ചാത്തലത്തിലാണെങ്കിലെല്ലാം സംസാരം വലിയൊരു വിഷയമാണ്. സംസാരിക്കുമ്പോൾ എന്ത് വേണം? ഖൈറ് മാത്രം സംസാരിക്കാൻ പറ്റണം. സംസാരിക്കുമ്പോൾ ഖൈറ് മാത്രം സംസാരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അതിനൊരുപാട് കാര്യം പഠിക്കണം. സംസാരിക്കുമ്പോൾ ഖൈറ് മാത്രം സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു വിഷയം തന്നെ. അതിന് കഴിയണം. അതിന് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വലിയ ഖൈറാണ്. അതിന് പരിശീലിക്കാൻ ആദ്യം എന്ത് വേണം? സംസാരത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതാണ് യഹ്യൽ മുആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്ത്? വൽ ഹാജത്തു മിനൽ കലാം. ആവശ്യമുള്ള അളവിൽ സംസാരിക്കാൻ പറ്റുക, അതൊരു പരിശീലനമാണ്. അത് മനസ്സിന് കൊടുക്കാവുന്ന ഒരു പരിശീലനമാണ്. അഹംലുൽ അദാ മിൻ ജമീഇൽ അനാം. ഒരു മനുഷ്യന് എന്നെ കൊണ്ട് ഇടങ്ങാറുണ്ടാകരുത്, ഒരു മനുഷ്യനും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്. മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു പ്രയാസം തീർക്കാൻ പറ്റുമോ? അതിന് ശ്രമിക്കും. ഇതൊരു പരിശീലനമാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒക്കെ വലിയ ചില ആലിമീങ്ങളായ ചില ശിഷ്യന്മാർ വന്നാൽ അവർക്ക് കൊടുക്കുന്ന ഒരു പരിശീലനം എന്താണെന്നറിയാം? നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് കുറച്ച് വിറക് വെട്ടിയിട്ട് വാ. ആ വിറക് വെട്ടിയിട്ട് വന്നാൽ പറയും, ഇത് ഒന്നുകിൽ 2-3 ജുസ് ആക്കാൻ പറയും. ഇതിലൊരു ജുസ് ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടാവും, വിറക് വാങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നത്, അവർക്ക് കൊടുക്കും. ഒരു ഭാഗം എന്ത് ചെയ്യും? അത് വിൽട്ടിട്ട് അതിൻ്റെ തുക കിട്ടുന്നത് കൊണ്ട് കുറച്ചും ഭക്ഷണമൊക്കെ വാങ്ങും. എന്നിട്ടോ അതൊരാൾക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ചെയ്യാൻ പറയും. വലിയ മഹാന്മാർ ചെയ്യുന്നൊരു സംഗതിയാണ്. ഇതൊരു പരിശീലനമാണ്. ഇത് ഒരു വലിയ പരിശീലനമാണ്. ഇത് പരിശീലിക്കുമ്പോൾ അപ്പോൾ കാണാം പലതരം ഉള്ളിലുള്ള രോഗങ്ങളൊക്കെ പുറത്തു ചാടുന്നതാണ്. പുറത്തു ചാടുമ്പോൾ അത് ഓരോന്നോരോന്നായി വെട്ടി നശിപ്പിച്ചെടുത്താൽ നമ്മൾ നല്ല പരിശീലനത്തിന് വിധേയരാകും. അപ്പോൾ വലിയൊരു പരിശീലനമാണ് അസിയാഫുർ റിയാദ. റിയാദയുടെ പരിശീലനത്തിൻ്റെ വാളുകളാണ് അൽ ഖൂത്തു മിനത്ത് ത്വആം. അർമാദിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുക, സുഖത്തിന് വേണ്ടിയുള്ള ഉറക്കം ഉപേക്ഷിക്കുക, അർമാദിക്കാനുള്ള ഭക്ഷണം ഉപേക്ഷിക്കുക, അതുപോലെ സുഖത്തിന് വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കൽ ഉപേക്ഷിക്കുക, സംസാരം ആവശ്യമുള്ളതിലേക്ക് കൺട്രോൾ ചെയ്യുക, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം, ഉപദ്രവം വരരുത് എന്ന നിർബന്ധം. ഫയതവല്ലദു മിൻ ഖില്ലത്തി ത്വആം. ഇതിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷനാണ്. എന്താണ് ഫയതവല്ലദു മിൻ ഖില്ലത്തി ത്വആം? ഭക്ഷണം ചുരുക്കിയാൽ കിട്ടുന്നത് എന്താണെന്നറിയോ? മൗതു ഷഹവാത്ത്. ഈ ഷറഹ്, ആർത്തികൾ കുറയും, കുറേ വൈകാരികതകൾ ചത്തുപോകും. ഭക്ഷണം ചുരുങ്ങിയാൽ കുറേ വൈകാരികതകൾ ചത്തുപോകും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ന്യൂട്രിയൻസ്, ശരീരത്തിന് കിട്ടേണ്ട പ്രധാനപ്പെട്ട പോഷകങ്ങൾ, ഇതെല്ലാം പരിഗണിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പൊ ചിന്ത നല്ല സ്ട്രൈറ്റായിട്ട് ചിന്ത പോകാൻ അത് സഹായിക്കും. അതേസമയം ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഈ ആർത്തിയോടുകൂടെയുള്ള ഈ ഫുഡുകൾ അത് ജീവിത രീതിയായി മാറിയാൽ, അതൊരു ജീവിത ശൈലിയായി മാറിയാൽ, ആ ജീവിത ശൈലിയായി മാറുമ്പോൾ വലിയ പ്രശ്നമാണ്. ഒന്നുകൂടി മനസ്സിലാക്കണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ സുഫിയാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ സൽക്കാരത്തിന് പോയി. വലിയ വിഷയത്തോട് പരിഗണനയോട് ക്ഷണിച്ചത്. അപ്പൊ ക്ഷണിച്ചപ്പോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ മുത്തസവ്വിഫ് ആയതുകൊണ്ട്, തസവ്വുഫിന്റെ അഹലുകാരനായതുകൊണ്ട്, സാഹിദ് ആയതുകൊണ്ട് സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല, കൂടുതൽ ഭക്ഷണം ഒരുക്കിയില്ല. കാരണം എന്നൊക്കെ പറഞ്ഞാലോ പൊരുത്തക്കേടാവോന്ന് പേടിച്ചിട്ട് ഭക്ഷണം വളരെ ചുരുക്കി. വളരെ കുറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റ്. അപ്പൊ സുഫിയാൻ റളിയല്ലാഹു അൻഹു വിഷമായി. മഹാനവറുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ തീരെ കഴിക്കാത്തത് എന്താ? അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ സുഫിയാൻ റളിയല്ലാഹു അൻഹു കൺഫ്യൂസ്ഡ് ആയി, ആകെ ഇൽത്തിബാസായി, ഇതെന്താ സംഭവം പറയുന്നത്. അപ്പം ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തിരിച്ച് സൽക്കാരത്തിന് ക്ഷണിച്ചു. ആ സൽക്കാരത്തിന് നല്ല വിഭവങ്ങൾ ഒരുക്കി സൽക്കരിച്ചു. വിഭവ സമൃദ്ധമായി സൽക്കരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സൽക്കരിക്കേണ്ടത്. സൽക്കാരം അത് നിങ്ങളുടെ ഇവിടെ ത്വആമല്ല മാറ്റർ. സൽക്കാരത്തിന്റെ മാറ്റർ എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം
അഥവാ ഒരു മുത്തഖിയുടെ സിഫത്തുകൾ തീർത്തു എണ്ണിയിട്ട് ആ സിഫത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ടാണ് ആ ലൈഫ് ഇബ്രാഹിമിന്റെ സംഭവം പറയുന്നത്. അതിന്റെ അർത്ഥം ഒരു അതിഥിയെ സൽക്കരിക്കുമ്പോൾ അതിഥി തങ്ങളാകുക, പണ്ഡിതനാകുക, അങ്ങനെ ഒന്നുമില്ല. അതിഥി എന്ന് പറയുന്നത് വരുന്ന ആളുടെ ഉടമയാണ് സൽക്കരിക്കുന്നത്. ശരിക്കും അതിഥിയെ സൽക്കരിക്കുമ്പോൾ ഈ വരുന്ന അതിഥിയുടെ ഉടമയാണ് നമ്മൾ സൽക്കരിക്കുന്നത്. അതിഥി പടപ്പല്ലേ, പടപ്പിനെന്താ കയ്യിലെന്താ ഉള്ളത്? ഈ അതിഥിയുടെ ഉടമയാണ് എന്ന് പറഞ്ഞാൽ വരുന്ന അതിഥി ഒരു പാവ, ഒരു കാണാൻ എരപ്പാളിയാണ്. പക്ഷെ ആ എരപ്പാളിയുടെ ഉടമ ഒക്കെയാണ്. ഉടമയെ ലക്ഷ്യം കണ്ടാണ് സൽക്കരിക്കുന്നത്. അതുകൊണ്ട് സൽക്കാരം എന്ന് പറയുന്നതിൽ നമ്മുടെ ലക്ഷ്യം ആരായി പോകരുത്, പടപ്പായി പോകരുത്, പടപ്പിന്റെ പടച്ചോനാകണം. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സംഭവമാണ്. അതൊരു വലിയ സംഭവമാണ്. അതാണ് ഇബ്രാഹിം റളിയല്ലാഹു എന്ന് പറയുന്നത്. മാനവറുകളോട് പറഞ്ഞു, നിങ്ങൾ ഇതാ ചെയ്യേണ്ടത്. സൽക്കരിക്കുമ്പോൾ നിങ്ങൾ ചിന്ത ചെയ്താണ് ഇങ്ങനെയാ സൽക്കരിക്കുന്നത്. അതാണ് തസവ്വുഫ്, അതാണ് ആത്മീയത. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിൽ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി ഇങ്ങനെയാകണം, എന്നാൽ അത് ശഹ്വത്ത് കുറയാൻ കാരണമാകും എന്ന് മാത്രമല്ല, അതിഥി സൽക്കാരത്തിന് ബഹുമാനം ഉണ്ടാകണമെങ്കിൽ ഈ മെന്റാലിറ്റി ഉണ്ടാകുമ്പോഴാണ് ബഹുമാനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തായി മാറും എന്നറിയോ? ഇപ്പൊ പല അതിഥി സൽക്കാരങ്ങളും കാണാം. അത് ഇപ്പോൾ 4 തരം ചോറ് അല്ലെങ്കിൽ ഇതൊക്കെ, അത് കഴിക്കുന്ന ആൾക്കും തക്കബുറാണ്, കഴിപ്പിക്കുന്നവനും തക്കബുറാണ്. കഴിപ്പിക്കുന്നവന്റെ മനസ്സിലുള്ള മാനസികാവസ്ഥ എന്താ? എൻ്റെ ഇത് മറ്റവൻ കാണട്ടെ, അവന് മനസ്സിലാക്കട്ടെ ആരുടെ ഈ ഇതാണ് ഉഷാറെന്ന്, ആരുടെ സുപ്രയാണ് ഉഷാറെന്ന്. കഴിക്കുന്നവനും തോന്നാണ് അത്യാവശ്യം ഇപ്പം ഞാൻ എവിടെയോ എത്തിയിട്ടുണ്ട്. ഒരു മഹത്വം ഇല്ലാത്ത ഏർപ്പാട്. പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വസീലയായിട്ട് അത് നടക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അപ്പുറത്ത് നമ്മുടെ പേര് രജിസ്റ്റേർഡ് ആകണം, അഥവാ ഓർഡർ എടുത്ത് എൻ്റെ പേര് രജിസ്റ്റേർഡ് ആകണം, അവിടെ എനിക്ക് ഇനിയും സ്റ്റാറ്റസ് എന്ത് ചെയ്യണം, പ്ലസ് പോയിന്റിലേക്ക് വരണം, ഇതാണ് ലക്ഷ്യമെങ്കിൽ സൂപ്പറാണത്. അത് ഇതിൻ്റെ ഒരു പരിശീലനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ല, ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ത്വാമ് എന്ന് പറയുന്നത് ചുരുക്കുന്നതിൻ്റെ അതേ സൈഡിലുള്ള മറ്റൊരു പാർട്ടാണത്. അതാണ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ പറഞ്ഞത്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു വിശന്നിരിക്കുമ്പോൾ പോലും എന്ത് ചെയ്തിട്ടുമുണ്ട്? ഭക്ഷണം തള്ളിയിട്ടുമുണ്ട്. ഒരിക്കൽ ഭരണാധികാരി ഖലീഫ യാത്ര പോകുന്നു, മഹാനവറുകൾ ഇരിക്കുന്ന വഴിയിൽ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. അപ്പോൾ വിശന്നിട്ട് കണ്ണ് കാണാഞ്ഞിട്ട് വിശപ്പ് സഹിക്കാനാകാത്തത് കൊണ്ട് ഒരാശ്വാസത്തിന് വേണ്ടി വെള്ളത്തിൽ കാല് കുത്തിയിരിക്കുകയാണ്. വെള്ളത്തിൽ നല്ല വിശക്കുമ്പോൾ കാലൊന്ന് തണക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടാവും. ആ സുഖത്തിന് വേണ്ടി കാലിങ്ങനെ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഖലീഫ ഭക്ഷണം കൊടുത്തേക്കുന്നത്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇത് ഫക്കീറല്ല, അത് ഫുഖറാക്കൾക്ക് കൊടുക്കും, നിങ്ങളത് എനിക്ക് വേണ്ട. അപ്പോൾ ഖാദിമിന് ദേഷ്യം പിടിച്ചു. ഇങ്ങനെ വിശക്കുമ്പോൾ ഈ ഖലീഫയുടെ ഭക്ഷണം തള്ളണം. അപ്പോൾ പറഞ്ഞു, മോനെ നിനക്ക് നമ്മുടെ ഈ പോസ്റ്റിന്റെ സുഖം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഈ സുഖം അറിയെങ്കിൽ ആ ചങ്ങായിമാരൊക്കെ ഈ സിംഹാസനം ഇട്ടേച്ച് തിരിച്ചു പോരും. ഈ സുഖം മനസ്സിലാകാത്തത് കൊണ്ടാണ്. അപ്പൊ വിശപ്പ് എന്നത് അതൊരു ഒരു ഒരു വേദനയുള്ള സംഗതിയൊന്നുമല്ല, അതും ഒരു സുഖമുള്ളതാണ്. ആരുടെ വഴിയിൽ എന്നാകും. അതിന് മറുപടി പറഞ്ഞത്, മഹാനവറുകളുടെ മറുപടി പറഞ്ഞത്, നിങ്ങളെ ടേസ്റ്റ് കുടിച്ചിട്ട് തന്നെ ടേസ്റ്റ് അറിയണമെന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചാൽ തന്നെ മതി, സാധനം മെറ്റീരിയൽ അവിടെ എത്തണം എന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനം വെച്ചത് അത് ആഫിയത്താണ് സുഖം ഉണ്ടാക്കുന്നത്. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് ആഫിയത്ത് വേണമെങ്കിലും ഭക്ഷണം മാത്രമല്ല. അതുകൊണ്ട് അതൊക്കെ വിട്ടെ. അതായിരുന്നു മഹാനവറുകളുടെ മറുപടി. പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്, കുറേ ഭക്ഷണം വേണം, ഭക്ഷണം കിട്ടിയിട്ടില്ലേ ടെൻഷൻ, അതല്ലെങ്കിൽ കുറെ ഉറങ്ങണം, ഉറക്ക് കുറച്ച് അപ്പുറമായി പോയാൽ ടെൻഷൻ, അതല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം ഒന്ന് സ്വറപറഞ്ഞിരിക്കാനൊന്നും പറ്റിയില്ല, ഒരു സുഖം കിട്ടിയില്ല എന്ന് തോന്നുക, അതിന് വിഷമാകുക. അതൊക്കെ ഒരുതരം ദൗർബല്യമാണ്, ഒരുതരം ലോഴ്ഫാണത്, നമ്മുടെ ദുർബലാവസ്ഥയാണത്. അവിടെ നമ്മൾ ശക്തരാകുന്നത് എപ്പോഴാണ്? ഇതിൽ നിന്നെല്ലാം മറികടക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ്. എന്നിട്ട് പറഞ്ഞതാണ്, വമിൻ ഖില്ലത്തിൽ മനാമി സുഫൂൽ ഇറാദാത്ത്, ഉറക്ക് ഓവറാക്കാതിരുന്നാൽ എന്ത് ചെയ്യുന്നറിയാം? നല്ല ഇന്റൻഷനുകൾ ഉണ്ടാകും. ഓവറായിട്ട് ഉറങ്ങിയാൽ ഇന്റൻഷൻ കുറയും, നല്ല നീയത്ത് വരൂല.
നല്ല നീയത്തുണ്ടാകണമെങ്കിൽ ഈ ആവശ്യത്തിൽ കവിഞ്ഞ് ഉറക്കപ്പോഴും നമ്മുടെ നല്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഉറങ്ങാൻ പറ്റണം. അഥവാ ഇബാദത്തിന് വേണ്ടി ഉറങ്ങുക, നല്ല ജോലി ചെയ്യാൻ വേണ്ടി ഉറങ്ങുക, അങ്ങനെ ഒരു ഖൈറിന് വേണ്ടിയുള്ള ഉറക്കം. അതായത് ഈ ഉറക്കം നടന്നാലാണ് എൻ്റെ ജോലി വൃത്തിയിൽ നടക്കുക, ഈ ഉറക്കം നടന്നാലാണ് എനിക്ക് നന്നായിട്ടൊരു റാഹത്തിലൊരു തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു സുബഹി നിസ്കരിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്തയോടെയുള്ള ഉറക്കം, ആ ഉറക്കേ ഉറങ്ങുക. അല്ലാതെ ഇങ്ങനെ ഈ സുഖത്തിന് വേണ്ടി കുറെ നീട്ടി വലിച്ച് ഉറങ്ങുക, അങ്ങനെ ഉറക്കമുണ്ടെങ്കിൽ ഉറക്കം വെട്ടിക്കുറച്ചാൽ, ശരീരം പരിശീലിപ്പിക്കപ്പെട്ടാൽ എത്രയും ശരീരം നന്നാകും. പരിശീലിപ്പിക്കപ്പെട്ടാൽ ശരീരം നന്നാകും. ശ്രദ്ധിക്കേണ്ടത് ഇത് ആസ്വദിക്കാൻ പറ്റണം. ഉറക്ക് ചുരുക്കുമ്പോഴും നമ്മുടെ മൈൻഡും കൂടി നീയത്തും കൂടി അങ്ങോട്ട് വരണം, എന്നാൽ ശരീരം ശക്തിപ്പെടും. നിങ്ങൾ നോക്കൂ, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ, ഉസ്താദ് 2 മണിക്കൂർ ഉറങ്ങിയാൽ പോലും ഉസ്താദിന് നല്ല ആരോഗ്യം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? മൈൻഡ് കൊണ്ട് പ്രിപ്പയർഡാണ്, മനസ്സുകൊണ്ട് അതിന് നല്ല പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമല്ല, ഒരു സങ്കടം അതിന്റെ പേരിലില്ല. കാരണം ജീവിതം തീർത്തു. അങ്ങനെയാണ്. അല്ലാഹു ഇനിയും നല്ല ഹിമ്മത്തും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പൊ ഇറാദാത്ത് അത് നന്നാകും. മിൻ ഖില്ലത്തിൽ കലാമി അസ്സലാമത്തു മിനൽ ആഫാദ്. സംസാരം കുറച്ചാൽ അപകടം കുറയും. ഒരുപാട് ദുരന്തം, എത്രയോ ദുരന്തം ഞാൻ അങ്ങനെ കാണാറുണ്ട്. വലിയ വലിയ ചില പ്രശ്നങ്ങൾ തൽക്കാലം നിങ്ങൾ കുറച്ചു കാലം ഒന്ന് കുറച്ചാൽ മതി എന്ന് പറയാം. അപ്പൊ എനിക്കൊരു തമാശ ഓർമ്മ വരാറുണ്ട്. ഒരാള് ഭാര്യയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, വീണിട്ട് ചുണ്ടിനൊരു പെട്ട് പറ്റിയിട്ട് തുന്നു വേണമെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പൊ ഡോക്ടറോട് ഇങ്ങനെ ചികിത്സയെ പറയുമ്പോൾ അയാൾ പറഞ്ഞു തുന്നണം. അപ്പോൾ ഇയാൾ ബേജാറായി, പഠിച്ചവനോ ഓപ്പറേഷനോ മറ്റോ ആയിരിക്കും, എത്ര ചിലവാകും. അപ്പൊ അയാൾ ഡോക്ടർ പറഞ്ഞു 150 റുപ്യ. അപ്പൊ ഇയാൾ ഭയങ്കര സമാധാനത്തിൽ ആദ്യം തന്നെ 300 റുപ്യ എടുത്തിട്ട് പറഞ്ഞു രണ്ടും കൂടി കൂട്ടി അങ്ങ് തുല്യേക്ക്. കാരണം ഭാര്യയുടെ ഏറ്റവും കൂടുതൽ ഭാര്യയുടെ വിഷയത്തിൽ ഇയാൾ സങ്കടപ്പെടാനുള്ളത് സംസാരിച്ചിട്ട്. ഭർത്താവ് ചിലപ്പോൾ എനിക്ക് ഭയങ്കര തമാശ തോന്നാറുള്ള ഒരു സ്കളിതാണ്. ഒരാള്, അതായത് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇയാളത് സ്വാധീനിക്കാൻ കാരണം ചില വലിയ പരിപാടികൾക്കോ കൊളാകല് 2 കലിമത്തില, വലിയൊരു പരിപാടി കൊളാകല് 2 കലിമത്തില. അപ്പൊ സംസാരം എന്നത് വലിയൊരു മാറ്ററാണ്. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും സംസാരം ഒന്ന് ചുരുക്കിയ. ആ സംസാരം വലിയ അപകടമാണ്, വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്നാലോ പരിശീലിച്ചാൽ സംസാരം ഭയങ്കര നേട്ടം ഉണ്ടാകും. 2 കലിമത്ത് കൊണ്ട് ഒരാൾ രക്ഷപ്പെടും. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം ഒരു സുഹൃത്ത്, അദ്ദേഹം നല്ല കഴിവുള്ള ഒരു പണ്ഡിതനാണ്, ഒരു പ്രതിഭയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ ആസ്തിയുള്ള വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് പടുത്തുയർത്തി അതിങ്ങനെ ദീർഘകാലം വലിയൊരു വർഷങ്ങളോളം അദ്ദേഹം അതിനെ വളർത്തി ഉഷാറാക്കിയെടുത്തു. അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നത്തിൽ ഇയാൾ ആക്രമിക്കപ്പെടുകയാണ്. അയാൾ ആക്രമിക്കപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അയാൾ അതിനെതിരെ പൂർണ്ണമായും അയാൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് പുറന്തള്ളപ്പെടും. 2 വർഷത്തോളം അയാൾ പലയിടങ്ങളിലായി സങ്കടപ്പെട്ടിരുന്നു. എന്നോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 മാസത്തോളം അയാൾ ഹറമിൽ പോയിരുന്നു. ഒരു 6 മാസം അങ്ങനെങ്ങാനും അയാൾ ഒരു റൂമിൽ മാത്രം താമസിച്ചു. വിദേശത്തൊരു രാജ്യത്ത് പോയിട്ട് ഒരു റൂമിൽ മാത്രം താമസിച്ചു. അങ്ങനെ അയാൾ കഷ്ടപ്പെട്ടു. അയാൾ ഈ സദസ്സിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, 2 വർഷമായി ഞാനൊരു പെരുന്നാൾ അറിയാത്തത്, 2 വർഷമായി ഞാൻ മനസ്സറിഞ്ഞ് എൻ്റെ മക്കളോട് ചിരിക്കാത്തത്. അയാൾ പറയാ, എൻ്റെ കുടുംബത്തിലും വീട്ടിലും ഒക്കെ എൻ്റെ മക്കൾക്ക് ഞാൻ ആശ്രയമായിരുന്നു. എൻ്റെ ബന്ധുക്കളിലെല്ലാം ചെറിയ മക്കള് ഒരു പ്രയാസം ഉണ്ടായാൽ എന്നെയായിരുന്നു അഭയം തേടാറുള്ളത്. അങ്ങനത്തത് ഇപ്പൊ എനിക്ക് ഈ മക്കളോട് ചിരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഭാര്യയോട് ചിരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ 2 വർഷമായി ഇങ്ങനെ കഴിയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും കേട്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് അന്ന് 2 സെന്റൻസേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഇത് മതി. രാത്രിയാണ് നമ്മൾ പ്രോഗ്രാം അവസാനിക്കുന്നത്, ഏകദേശം 10-11 മണിയായിക്കാണ്. അയാൾ വീട്ടിലെത്തിയപ്പോൾ 1 മണി, അങ്ങനെ 2 മണിക്കൂർ അയാൾക്ക് വീട്ടിലേക്ക് ഓടണം. അത്രയും അവിടെ എത്തിയതിനു ശേഷം അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഈ രാത്രിയിൽ ഞാൻ ഈ സമയം തന്നെ മെസ്സേജ് അയക്കുന്നത് 2 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായി സന്തോഷത്തോടെ ഉറങ്ങും. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എനിക്ക് അറിഞ്ഞുറങ്ങാറില്ല. ചിലപ്പോഴൊക്കെ
ഉറങ്ങിയാൽ തന്നെ ഒരിക്കലും ഒരു സുബഹിക്കോ അങ്ങനെ, കാരണം അത്രയും കുറഞ്ഞൊരു സമയം ഉറക്ക് കിട്ടുള്ളൂ. അത് തന്നെ ഒരു സുഖമില്ലാത്തൊരു ഉറക്ക്, ക്ഷീണം തന്നെ, എപ്പോഴും ക്ഷീണം. എന്നോട് പറഞ്ഞു, ഇന്ന് ഞാനിതാ സന്തോഷത്തോടെ ഉറങ്ങുന്നു, മനസ്സറിഞ്ഞുറങ്ങുന്നു. രാവിലെ അദ്ദേഹം വീണ്ടും മെസ്സേജ് അയച്ചു, എനിക്ക് എന്തുമില്ലാത്തൊരു ജീവിതം തിരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതാ 1 കോടി രൂപ ചെലവ് വരുന്ന പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇന്ന് ഇത് പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. 1 മാസത്തിനിടയിൽ അദ്ദേഹം അതിന് തറക്കല്ലിട്ടു. 2 സെന്റൻസാണ് നമുക്ക് ചിലവായത്, 2 കലിമത്താണ് നമുക്ക് ചിലവായത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന് ഖൈറുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബാധ്യത, അതെപ്പോഴും സംസാരിക്കുമ്പോൾ എപ്പോഴും വൈകാരികതയ്ക്ക് അടിമപ്പെട്ട് സംസാരിക്കുന്നതിന് പകരം വിവേകത്തിനടിമപ്പെട്ടാണോ നമ്മൾ സംസാരിക്കുന്നതെന്ന് വിലയിരുത്താൻ അത് പറ്റിയാൽ തന്നെ അതൊരു വലിയ പരിശീലനം തന്നെയാണ്, അപാരമായ പരിശീലനമാണ്. വമിൻ ഖില്ലത്തിൽ കലാം അസ്സലാമത്തു മിനൽ ആഫാത്ത്. ഈ സംസാരം പരമാവധി വെട്ടിച്ചുരുക്കി ഓഡിറ്റിംഗ് ചെയ്ത് സംസാരിക്കാൻ പറ്റിയാൽ വമിൻ ഇഹ്തിമാലിൽ അദാ അൽ ബുലൂഗു ഇലൽ ഗായാത്ത്. ജനങ്ങളുടെ പ്രയാസങ്ങളെ എന്ത് ചെയ്തു കൊടുക്കണം, ലഘൂകരിച്ചു കൊടുക്കാനും അത് നമുക്ക് ജനങ്ങളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനും പറ്റിയാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലക്ഷ്യസ്ഥാനത്തേക്ക് ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും. ഇലല്ലാ ഫഫിറു ഇലല്ലാ, അത് ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും. നമുക്ക് വേഗം ഉടമസ്ഥനിൽ അഭയം തേടാൻ കഴിയുന്ന ഒന്നാണ് പടപ്പുകളെ പരിഗണിക്കുക, പടപ്പുകൾക്ക് ആശ്രയമാവുക. പക്ഷെ അത് ശ്രദ്ധിക്കണം, നമ്പർ 1 എടുക്കണം, നമ്പർ 2 എടുക്കരുത്. നമ്പർ 1ന്റെ റേറ്റ് 1 കോടിയാണെങ്കിൽ നമ്പർ 2ന്റെ റേറ്റ് 10 രൂപയാണ്. 10 രൂപ ഉണ്ടാവൂല ചിലപ്പോൾ. പക്ഷെ പ്രത്യക്ഷത്തിൽ രണ്ടും ഏകദേശം സെയിമാണ്. പുറത്തുള്ള കവർ രണ്ടിൻ്റെതും ഏകദേശം സെയിമാണ്. ഒരാൾ ഭയങ്കര സേവകനാണ്. ഈ സേവനം ചെയ്യുന്ന സമയത്ത് റക്കം വാഹദ് റക്കം സാനി, നമ്പർ 1 നമ്പർ 2 എങ്ങനെയാണ് തിരിച്ചറിയുക? ഞാൻ ചെറിയൊരു ലക്ഷണം പറയും. ഒരാൾ എല്ലാ ദിവസവും 100 ആൾക്ക് ഭക്ഷണം കൊടുക്കും. ഒരു ടൗണിൽ പോയിട്ട് ഒരു 100 ബിരിയാണി വാങ്ങി അല്ലെങ്കിൽ 100 ചോറ് വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ തുടരുമ്പോൾ ഒരു ദിവസം ഒരു ആള് ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, ഈ ആളെ പറ്റി ഫേസ്ബുക്ക് കുറിപ്പ്, ഇയാൾക്ക് ഒരു ദുരുദ്ദേശമുണ്ട്. ഇയാള് ഇതെവിടെ നിന്നോ വലിയ സംഖ്യ പിരിപ്പിച്ചിട്ട് അത് കുറേ മുക്കിയിട്ട് എന്ത് ചെയ്യാണ്, കുറച്ചു കൊടുക്കുകയാണ്. ഇയാൾ ആരോടും പിരിപ്പിച്ചിട്ടില്ല, ഇയാൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇയാൾ ഒരു സുഖം, ഒരു നല്ലതല്ലേ, ഒരു നന്മയല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യാണ്. അയാൾക്ക് ഈ ഫേസ്ബുക്ക് കുറിക്കൊണ്ട് വളബളകി, അയാൾ ഭയങ്കര പ്രതിഷേധം, അതിന് മറുപടി ഭയങ്കരം. എങ്കിൽ നിങ്ങൾ റക്കം വാഹിദിന്റെ ആളാണ്, റക്കം സാനിയുടെ ആളാണ്. നമ്പർ 1 ഏതാണ്? ഒരാൾ ആക്ഷേപിക്കുമ്പോൾ അയാൾ നോക്കുന്നു, പഠിച്ചോനെ ഞാൻ ആരോടും പിരിവെടുത്തോ, ഏതെങ്കിലും പിരിവ് വാങ്ങിയത് ഇതിനാണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു അങ്ങനത്തെ ഒരു ഏർപ്പാടാണെന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും സാധനം ഉണ്ടോ? തിരുത്തേണ്ട ഏതെങ്കിലും ഭാഗം ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു സുഹൃത്തിനോട് നമ്മൾ ചെയ്തത്, ഞാൻ ഇങ്ങനെ ചെയ്തതിൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ എന്തെങ്കിലും തിരുത്തണ്ട, നിങ്ങളൊന്ന് ആലോചിച്ചേട്ടെ. കാരണം പലർക്കും ഇങ്ങനെ ആക്ഷേപം വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ 1ാം നമ്പറിലുള്ളത് അയാൾക്ക് പെയിൻ അല്ല, മറ്റതിനോടുള്ള പ്രതിഷേധമല്ല, മറിച്ച് അയാൾ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടോ, വിമർശിച്ചതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സലീം നമ്മൾ പറഞ്ഞ ഭാഗത്ത് ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഈ ഭാഗത്തിന്റെ വിശദീകരണമാണ് എന്താ? ശത്രുവിന്റെ സംസാരത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് പരതി നോക്കണം. അവിടെയാ ചിലപ്പോൾ ഉണ്ടാകുക. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോളോ, കാരണം ഇഷ്ടപ്പെടുന്ന ചിലർ വലിയ ബുദ്ധിശാലികളല്ലാത്ത ആൾക്കാരെ നമ്മളിങ്ങനെ പുകയറ്റും, അതിൽ വലിയ കാമ്പൊന്നുമില്ല. അതേസമയം ശത്രുവാകുമ്പോൾ പരമാവധി നോക്കൂ, എവിടെങ്കിലും ഒരു തിന്മണ്ടോ, കണ്ടോനെയാണ് അതിൽ നല്ലത്. ശത്രുവിൻ്റെ വാക്കാണ് ഇതിൽ ഏറ്റവും സേഫ്. ആ ഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അത് റക്കം വാഹദാണ്, നമ്പർ 1 ഇതാണ്, പൊസിഷനാണ്, അതാണ് എടുക്കുക. വലൈസ അൽ അബ്ദി ശൈഉൻ അശദ്ദു മിനൽ ഇൽമി ഇൻദൽ ജഫാ. ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഒരാളൊരു പിണക്കമോ ഒരു ഫൈറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും നല്ലത് എന്താ പറയുക? അൽ ഹിൽമ, സഹനമാണ്. അഥവാ സൂക്ഷ്മ നിരീക്ഷണമുള്ള ഒരു പ്രതികരണമാണ് ഹിൽമ.
ഒരാൾ നമ്മളോട് പിണങ്ങുന്നു, അപ്പം നോക്കണം ഇവിടെ ഏറ്റവും നല്ലത് ഏതാ, ഏറ്റവും പരിക്കില്ലാത്തത് ഏതാ. സൂക്ഷ്മ നിരീക്ഷണത്തോടെ പെരുമാറുന്നതാണ് സഹനം എന്ന് പറയുന്നത്. അവിടെ വൈകാരികത കടിമപ്പെട്ടുന്ന അതിൻ്റെ അതേ പ്ലേറ്റിൽ തിരിച്ച് ചെയ്യാതിരിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ വസ്സബ്റു അലൽ അദാ, മറ്റൊന്ന് ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നമുക്ക് സ്വബർ ഉണ്ടാകണം. സ്വബർ ഏതാ? ജസ അല്ലാത്തത്. ജസ പെയിൻ ഉള്ളതാണ്. പെയിന് പെട്ടെന്ന് കളയാൻ പറ്റണം, അതാണ് സ്വബർ. ഒരാൾ കുറ്റം പറഞ്ഞാൽ, ഒരാൾ ഉപദ്രവിച്ചാൽ, ഒരാൾ നമ്മളെ ആക്രമിച്ചാൽ, ഒരാൾ ചീത്ത പറഞ്ഞാൽ, ഒരാൾ നമ്മളെ പ്രയാസപ്പെടുത്തിയാൽ, അപ്പോഴൊക്കെ സ്വബർ, വേദന ഇല്ലാതിരിക്കുക, അതാണ് ശരിക്കുള്ള മാനസികാവസ്ഥ. ഇതാ തഹറക്, ചിലപ്പോഴൊക്കെ ഇതിൽ പലരും ചോദിക്കുന്ന ഒരു മാറ്ററാണ്, ഇങ്ങനെ ക്ഷമ തീരെയില്ല, ക്ഷമ ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ തന്നെ സ്വബർ ഉണ്ടാകും. പക്ഷെ എന്ത് വേണം? ഇടയ്ക്കൊന്ന് അനലൈസ് ചെയ്യണം. അവർ പലപ്പോഴും പിന്നീട് അനുഭവം പറയാറുള്ള ഒന്നാണ് എന്താ, ഇപ്പൊ എനിക്ക് ദേഷ്യം വരുന്നില്ല, അതെങ്ങനെ? അനലൈസിങ് ആണത്. അയാള് ഒരു വിശകലനം ചെയ്ത് നോക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെന്റ്. കാരണം എന്താ, ആ ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട്. ഇതിന്റെ വയറ് പോലെ, ഇപ്പോൾ ഇതിന്റെ വയറ് കാണുന്നില്ല, ഞാനിങ്ങനെ ഇടക്കൊന്ന് ദിശ നേരെ കാണുന്നുണ്ട്. കാരണം അത്രയും മൈന്യൂട്ടായ ചെറിയൊരു ടച്ച് വിട്ടു വന്നതാണ്. അപ്പോൾ നിന്ന് പോകുമ്പോൾ തിരിച്ച് ഒന്നുകൂടി ഇങ്ങനെ പിടിക്കുമ്പോൾ കണക്ഷൻ ഒന്ന് തൊടുമ്പോൾ റെഡിയായി. അത് ഞാനിങ്ങനെ ബലമായി പിടിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഇത് പൊട്ടിക്കും. എൻ്റെ കൈയും വേദന ഇത് പൊട്ടിയുമ്പോൾ. അങ്ങനെ ബലമായി എടുക്കേണ്ട പണിയൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? വളരെ സോഫ്റ്റായിട്ട് ഒന്ന് തൊട്ട് കൊടുക്കുക. അതാണ് ദേഷ്യം മാറാൻ എന്തേ വേണ്ടതുള്ളൂ. ഒരു സദസ്സിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്താ? ഈ നല്ല പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഉണ്ടോ, അത് വേദന തുടക്കത്തിൽ ഉണ്ടാകും, അത് പെട്ടെന്ന് മാറാത്തൊരവസരം ഉണ്ടെങ്കിൽ അത് ജസയിലേക്കാണ് പോകുന്നത്. അത് ശരിയല്ലേ. ഈ അവയർനെസ് വന്നാൽ അടുത്തൊരു സെഷൻ വരുമ്പോൾ, അടുത്തൊരു അവസരം വരുമ്പോൾ, പിന്നെ നോക്കുമ്പോൾ നല്ല ക്ഷമ വരേണ്ട ഒരു ഘട്ടം വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അതാണ് നമ്മളെ സദസ്സിൽ തന്നെയുള്ള ഒരാൾ ഒരിക്കൽ പറഞ്ഞു, തുടക്കത്തിൽ ഭയങ്കര ഡ്രൈവിങ്ങിന്റെ സമയത്ത് ഭയങ്കര പ്രയാസമുള്ള ഒരു സംഭവമായിരുന്നു. ചിലരൊക്കെ നമ്മളെ ഒന്ന് തൊട്ടില്ല എന്ന് പറഞ്ഞൊക്കെ ഒരു ഓവർടേക്കിങ്. അപ്പോൾ ഇവനോടുണ്ടൊരു വെറുപ്പ്. ആ വെറുപ്പൊക്കെ പിടിച്ചാൽ എന്ത് ചെയ്യുമെന്നറിയോ? ചിലപ്പോൾ നേരെ ക്രോസ് ആയി പോയി നിർത്തിയിട്ട് 4 പറഞ്ഞാൽ പിന്നെ ഒരു സമാധാനം കിട്ടും. അപ്പോൾ സെഷൻ കഴിഞ്ഞപ്പോൾ അതെന്തായി മാറിയെന്നറിയോ? പഴയതുപോലെ തുടങ്ങും, അവിടെ എത്തും പുറമെ ഇതെന്തിനാ പറയുന്നത്, ഇന്നൊന്നും പറയണ്ട, തിരിച്ചു വരും, അത് ക്ലോസ്. പിന്നെ വേദനയില്ല, വിഷമമൊന്നുമില്ല. ലാസ്റ്റ് എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു അസ്വസ്ഥത, പിന്നെ അതും മാറി. അത് പറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതും മാറി. ഇതാണ് സബ്ർ. അസ്സബ്റു അലൽ അദാ. പരിശീലിച്ചാണ് അത് എടുക്കേണ്ടത്. ഇതൊരു റിയാദയാണ്. ഈ റിയാദയുടെ വാൾ, ഈ പരിശീലനത്തിന്റെ വാള് തന്നെ ഉപയോഗിക്കണം. ഈ വാൾ ഉപയോഗിച്ച് പരിശീലിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല റാഹത്ത്. വൈദാ തഹറക്കത്ത് മിനൻ നഫ്സി ഇറാദത്തു ശഹവാത്തി വൽ ആസാം. മനസ്സിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ചില വൈകാരികതകൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടും. ഒന്ന് അങ്ങനെ ചെയ്താലെന്താ, ഒന്ന് ഇങ്ങനെ ചെയ്താലെന്താ, അല്ലെങ്കിൽ ആസാം ചില കുറ്റങ്ങൾ. ഇപ്പൊ ചില പർദ്ദയൊക്കെ ധരിച്ച് നടക്കുന്ന സഹോദരിമാർക്ക് കുറേയൊക്കെ ഇങ്ങനെ ധരിക്കുമ്പോൾ തോന്നും, ഒന്നും ജീൻസും ഇട്ടാൽ എന്താണ്, ഒന്ന് പിന്നെ ഈ ബ്രസ്റ്റ് അടക്കം എടുത്തു കാണിക്കുന്ന ജീൻസ് ആ ഒരു ബനിയനും ഇട്ടൊന്ന് നടന്നാലെന്താ, ഒരു സുഖം അതിനും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ. അതൊരു ഇസ്മാണ്. ഈ ഇസ്മൊന്ന് ഇളകി പുറപ്പെടുന്ന സമയത്ത് അതുപോലെ മറ്റൊന്നാണ് വഹാജത്ത് മിൻഹ ഹലാവത്ത് ഫുദൂലിൽ കലാം. ഇടക്കൊന്ന് സുറക്കുക. അപ്പൊ മറ്റവനെ പറ്റിയും 2 പറയാ, അതൊരു രസമല്ലേ? അല്ലെങ്കിൽ ഓളെ പറ്റി ഒന്ന് പറയാ, അതൊരു സുഖമല്ലേ? മറ്റവന് വേദനിക്കുന്നത് അറിയുന്നില്ല. നമ്മൾ തമാശക്കിടയിൽ മറ്റവന്റെ നോവുന്നത് നമ്മൾ അറിയുന്നില്ല. അത് അറിയുന്നത് എപ്പോഴാന്ന് പറയും, നമ്മളെ പറ്റി പറഞ്ഞപ്പോഴാണ് അത് അറിയുന്നത്. അല്ലെങ്കിൽ നമ്മളെ ജ്യേഷ്ഠനെ പറ്റിയോ നമ്മളെ സഹോദരിയെ പറ്റി പറയുമ്പോഴാണ് ശരി തമാശക്ക് ഇങ്ങനെ നോവുണ്ടെന്ന് അറിയുന്നത്. അപ്പോഴാണ്, അതുവരെ അറിയുന്നില്ല. ഇങ്ങനെ ഇത്തരം സംഗതികൾ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ജറത്ത സുയൂഫ ഖില്ലത്തി ത്വആം. നീ എന്ത് ചെയ്യുന്നറിയോ? ഈ ശഹവാത്തുകളൊക്കെ തൽക്കാലം കട്ട്, അവിടെ എന്ത് ചെയ്യുക? എൻഡ് ചെയ്യാം. എങ്ങനെ ചെയ്യണം? മിൻ ഗദ്ദി തഹദ്ദുദി വഖില്ലത്തിൽ മനാം. കുറച്ച് സുഖങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ടൊന്നും നോക്കുക. ഈ സുഖങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കുക. വളറബ്തഹാ ബി ഐദിൽ ഖുമൂലി വഖില്ലത്തിൽ കലാം. സംസാരം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് മാറി നിൽക്കുക.
അതൊരു വലിയ വാളാണത്. ലറബ്തഹ, നീ നല്ല ഒരു വെട്ടുവെട്ട്, പ്രതിരോധം. എങ്ങനെ വെട്ട് നബി? ഐദിൽ ഹുമൂൽ വഖില്ലത്തിൽ കലാം. ഹുമൂൽ എന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും പോയി ചിലർക്ക് അങ്ങാടിയിൽ വൈകുന്നേരം ഒന്നും പോയിട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത. എന്താ ഒന്നുമില്ല, എല്ലാവരും ഒന്ന് കാണുക. അതിന്റെ ഓപ്പോസിറ്റാണ് ഹുമൂൽ. ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങാടി പോകുന്നതിന് പകരം പള്ളിയിലിരിക്കട്ടെ ഒരു അരമണിക്കൂർ. ആ അരമണിക്കൂർ ഇന്ന് പള്ളിയിലാക്കട്ടെ. സാധാരണ ഒരു 2 മണിക്കൂർ ഒന്ന് എല്ലാവരും ഒന്നിച്ചിരുന്നൊന്ന് പറഞ്ഞു ചിരിച്ചു. അത് ഇന്നെന്ത് ചെയ്യാം, ഒരു മഹാന്റെ ചാരത്ത് കുറച്ചു നേരം ഒന്ന് പോയി ഇരുന്ന് നോക്ക്. അല്ലെങ്കിൽ കുറച്ചു സമയം ഒരു ഖുർആന്റെ വശത്തൊന്ന് പോയി ഖുർആന്റെ കൂടെ ഒന്ന് ഇരുന്ന് നോക്ക്. കണ്ടും കേട്ടും നോക്കി ഒന്ന് ഇരുന്ന് നോക്കുക. അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സംഗതി, അതായത് ഹുമൂൽ, ഒന്ന് ഒഴിഞ്ഞു നിന്ന് നോക്കുക. മറ്റൊന്ന് ഖില്ലത്തിൽ കലാം, സംസാരം ഉപകാരമുള്ളത് മാത്രം, ഉപകാരമുണ്ടെന്ന് ഉറപ്പുള്ളത് മാത്രം. ഖില്ലത്തിൽ കലാം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ ഇതൊരു വാളാണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ ശഹ്വാത്തുകളൊക്കെ അങ്ങനെ മയ്യത്തിന്റെ മുകളിൽ പേന് പോകുന്നത് പോലെ ശഹ്വാത്തുകളൊക്കെ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നത് കാണാം. അങ്ങനെ ആകുമ്പോൾ ഈ സംസാരിക്കലാണ് ഏറ്റവും കൂടുതൽ ദുൽമുണ്ടാകുന്ന ഒരു മാറ്റർ. സംസാരിക്കൽ അപാരമായ ദുൽമാണ്, ഭയങ്കര ദുൽമാണ്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ ദുൽമുള്ള ഒരു സംസാരമാണ് ഗീബത്ത്. അൽ ഗീബത്തു അശദ്ദു മിൻ 70 ഹൂബൻ. ഒരു ഗീബത്ത് 70 ഹൂബിനേക്കാൾ വലുതാണ്. ഹൂബ് എന്ന് പറഞ്ഞാൽ തുജാമിയോ ഉമ്മക്ക 70 മർവത്തൻ. ഉമ്മയെ 70 തവണ വിഭജിക്കുന്നത് പോലെ 70 × 70 4000-ന്റെ മേലെ. 4000 തവണ ഉമ്മയെ വിഭജിക്കുന്നതിനേക്കാൾ കഠിനമാണ് ഒരു ഗീബത്ത്. എനിക്കിതിന്റെ ഗൗരവം മനസ്സിലായൊരു ഘട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാനൊരു സ്ഥലത്തൊരു വഅദിന് പോയി. വഅദ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു നേതാവ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കൈപിടിച്ച് ഭയങ്കര സന്തോഷമൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടണം. അപ്പൊ എനിക്ക് തീരെ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. കാരണം ഇത്ര സന്തോഷത്തോടെ വഅദ് കഴിഞ്ഞ് അനുഭവമൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൊരുത്തപ്പെടണമെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്ന്? ചെയ്യാൻ പോകുന്ന ഉപദ്രവമോ ചെയ്ത ഉപദ്രവമോ ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വഅദ് കുറേ മുടക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാ? ഒരു സദസ്സിൽ വെച്ച് മറ്റൊരാൾ ഒരു ഗീബത്ത് പറയുന്നത്, അതായത് നിങ്ങൾ സംഘടനക്കെതിരാണ് എന്ന് പറയുന്നത് കേട്ടിട്ട് അത് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഒരു ഗീബത്തിന്റെ കടുപ്പം ഇത്ര വലുതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ഒരാൾ ഗീബത്ത് പറയുന്നതും കേൾക്കുന്നത് പോലും ഭയങ്കര അപകടമാണ്. പറയുന്നതിനേക്കാൾ വലുതാണ് ഈ കേൾക്കൽ. ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുള്ള ഒന്നാണ്, ഒരു ദിവസം ഒരു കുട്ടി സ്ഥാപനം ലീവ് കഴിഞ്ഞിട്ട് പോകുന്നില്ല. അപ്പൊ ഈ രക്ഷിതാവ് കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്താ? അത് അവിടെ ആരും വരൂല, ഈ ലീവ് കഴിഞ്ഞാൽ ആരും വരൂല. അതെങ്ങനെ മനസ്സിലായത്? എന്താ സംഭവം എന്നറിയാം? ഈ ചില കുട്ടികളുണ്ടാവും, കുട്ടികളെ മനസ്സിന്റെ വിഷമം അവർ വെന്റിലേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്നറിയോ? അവർ പറയും, അടുത്ത ലീവ് കഴിഞ്ഞാൽ ഞാൻ വരൂല. അവന്റെ പറച്ചിലോടുകൂടി അവന്റെ വിഷമം തീർന്നു. കേട്ടോന്റെ മനസ്സിൽ ഇത് കയറി. കേട്ടോന്റെ മനസ്സിൽ എന്താ ഉണ്ടാകാന്നറിയാം? അടുത്ത ലീവ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഓൻ അടുത്ത ലീവ് കഴിയുമ്പോൾ ഉമ്മാൻ്റെ അടുത്തും ബഹളം വച്ച് ഓൻ പോകാതെ നിന്നു. മറ്റോ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. വരൂല എന്ന് പറഞ്ഞോന് ഓൻ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. കേട്ടോൻ കൂടി. ഇതാണ് ഗീബത്ത് കേൾക്കുന്നതിന്റെ ഗൗരവം. ഇത് പ്രത്യേകിച്ച് ഗീബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരനെ പറ്റി അവൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതൊക്കെ ഗീബത്ത് തന്നെ. അപ്പോൾ അത് ഗൗരവമുള്ള ഒരു കലാമാണത്. അത് ഭയങ്കര അപകടമുള്ളതാണ്. അതെന്ത് ചെയ്യണം? നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദുൽമിൽ ഏറ്റവും കടുപ്പമുള്ളതാണ് ഈ കുറ്റം പറച്ചിൽ. മറ്റൊരാളെ പറ്റി നെഗറ്റീവ് പറയുക എന്നുള്ളത് അപകടകരമായൊരു സംഭവം. നിരന്തരം പരിശീലിക്കേണ്ടതാണ്. പറയുന്നതും ഒഴിവാക്കാൻ പരിശീലിക്കണം, കേൾക്കുന്നത് ഒഴിവാക്കാൻ പരിശീലിക്കണം. അത് ഒഴിവാക്കാൻ പരിശീലിച്ചാൽ അൽഹംദുലില്ലാഹ് ഭയങ്കര റാഹത്തായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഫതഅമനു മിൻ ബവാഇഖിഹാ മിൻ ബൈനി സാഇരിൽ അനാം. അപ്പോൾ നിനക്ക് മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വതുസ്ഫീഹാ മിൻ ദുൽമത്തി ശഹവാതിഹാ ഫതൻജു മിൻ വവാഇലി അഫാതിഹാ.
അങ്ങനെയാകുമ്പോൾ മനസ്സിനെ നിനക്ക് ട്രാൻസ്പെറന്റ് ആക്കി എടുക്കാൻ പറ്റും. തെളിഞ്ഞ ഒരു വെള്ളം പോലെ മുവോൽമത്തി ശത്വാത്തിഹ, വൈകാരികതകളിൽ നിന്ന് പതുക്കെ പതുക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഫതൻജു മിൻ ഖവാഇലി അഫാത്തിഹ, അതിന്റെ അപകടങ്ങളിൽ നിന്നെല്ലാം നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. ഫതസീറു ഇൻദ ദാലിക നളീഫതൻ വനൂരിയതൻ ഖഫീഫതൻ റൂഹാനിയതൻ. അപ്പൊ നീ നല്ല വൃത്തിയുള്ള ഒരു മനസ്സായി മനസ്സ് മാറി വരും. അതിന് നല്ല വെളിച്ചമുണ്ടാവും, ബ്രൈറ്റ്ഫുൾ ആയിരിക്കും. അതിന് നല്ല ആത്മാവിന് നല്ല ഒരു ലഘൂകരണം, ആത്മാവ് ഇങ്ങനെ സോഫ്റ്റായി വളരെ സ്മൂത്തായി വരും. ആത്മാവ് ഇങ്ങനെ പറക്കേണ്ട ഒരു സാധനമാണ്. അതിന് പറ്റുന്ന ഫതജൂലും ഈ മൈദാനിൽ ഖൈറാത്ത്, ആ ആത്മാവ് പിന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും എല്ലാ നന്മകളിലും വേഗം വേഗം നന്മകളൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. തസീറു ഫി മസാലിക്ക് ത്വാഅത്ത്, അങ്ങനെയാകുമ്പോൾ ത്വാഅത്തിന്റെ വഴികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അക്സെപ്റ്റഡ് ആകും. കൽ ഫറസിൽ ഫാറത്തി ഫിൽ മൈദാൻ, പറക്കുന്ന കുതിരയെ കണ്ടിട്ടില്ലേ? കുതിര ആദ്യ സ്പീഡിൽ പോകുന്ന കുതിര പറക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അതുപോലെ ആകാൻ പറ്റും. വക്കൽ മലിക്കിൽ മുതനസ്സിഹി ഫിൽ ബുസ്താൻ, ഒരു രാജാവിനെ പോലെ നിനക്കാകാൻ പറ്റും. വഖാല ഐളൻ അഅദാഉൽ ഇൻസാനി തലാസത്തുൻ ദുനിയാഹു വശൈത്വാനുഹു വനഫ്സുഹു. മനുഷ്യന്റെ ശരിയായ ശത്രു ആരാന്നറിയോ? ഒന്ന് ദുനിയാവ്, മറ്റൊന്ന് ശൈത്വാൻ, മറ്റൊന്ന് നഫ്സ്. ദുനിയാവിന് അടിമപ്പെടരുത്. ദുനിയാവ് എന്ത് ചെയ്യാനുള്ളതാണ്? ഉപയോഗിക്കാനുള്ളതാണ്. ദുനിയാവ് കൽബ് കയറരുത്. ദുനിയാവ് നമ്മളെ കയ്യിൽ കിടക്കണം. ദുനിയാവ് നമ്മുടെ കൽബിൽ കയറരുത്. ഷൈത്വാനുഹു, മറ്റൊന്ന് പിശാചാണ്. പിശാചിന്റെ ദുർബോധനത്തിന് വഴിപ്പെടരുത്. വനഫ്സുഹു, ശരീരത്തിന്റെ വൈകാരികതകൾക്ക് വഴിപ്പെടരുത്. ശരീരത്തെ പരിശീലിപ്പിച്ച് കീഴടക്കണം. ഫഹ്തരിസ് മിനദ്ദുനിയ ബിസ്സുഹ്ദി ഫീഹാ, ദുനിയാവിൽ നീ എന്ത് ചെയ്യേണ്ടത്? നീ പരിശീലനം നേടേണ്ടത്, കാവല് തേടേണ്ടത്, അല്ലെങ്കിൽ നിനക്ക് പ്രൊട്ടക്ഷൻ തേടേണ്ടത് ബിസ്സുഹ്ദി ഫീഹാ, സുഹ്ദ് കൊണ്ടാണ്. വമിന ഷൈത്വാനി, ഷൈത്വാനിൽ നിന്ന് നീ രക്ഷപ്പെടേണ്ടത് മുഖാലഫത്തിഹി, ഓപ്പോസിറ്റ് ചെയ്യലാണ്. വമിന നഫ്സി, നഫ്സിൽ നിന്ന് നീ രക്ഷപ്പെടേണ്ടത് ബിതർക്കി ശഹ്വാത്ത്, വൈകാരികത മാറ്റിവെക്കലാണ്. സുഹ്ദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ സൗകര്യങ്ങൾ, സ്വത്ത് ഇല്ലാതിരിക്കലല്ല, മറിച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക, പക്ഷെ സൗകര്യങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക. ശൈത്വാന് തെറ്റുകൾക്ക് ഒരിക്കലും ന്യായീകരണം കണ്ടെത്താതിരിക്കുക, തെറ്റുകൾക്ക് ഒഴിവാക്കുക, തെറ്റുകൾ മാറ്റി നിർത്തുക. ഷഹ്വാത്ത് എന്ന് പറഞ്ഞാൽ ഈ തരം അലങ്കാരികതകളും വൈകാരികതകളും മോഹങ്ങളും അതിനടിമപ്പെടാതെ അതെല്ലാം മാറ്റിവെക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇച്ചിരി ദീർഘിച്ചു പോയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ തുടർച്ചയായി ചെയ്യാറുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചകൾ കൂടി ഇതുപോലെ ഇൻഷാ അല്ലാഹ് വായിക്കുന്നതും കേൾക്കുന്നതും ഗസാലി ഇമാമിൻ്റെ ഈ ഒരു സതുപദേശത്തിൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ള ചെറിയൊരു ശ്രമമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് ഇത്തിബാഅ് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ, ഇതിൻ്റെ പിന്നാലെ കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഹാപ്പി സോണിൻ്റെ പേരിൽ ഇന്ന് ഫാമിലിയായി ഒന്നിച്ചിരിക്കുമ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ പറയപ്പെട്ട ഈ ഒരു അവസ്ഥ, അതൊരു സന്തോഷമുള്ള അവസ്ഥയാണ്, ഒരു സമാധാനമുള്ള അവസ്ഥയാണ്. അങ്ങനെ ജീവിക്കാനുള്ള ഒരു വഴിയാകണം എന്നാണ് ഈ ഒരുമിച്ച് കൂടലുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പടിപടിയായിട്ട് മേലോട്ട് പോവുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പ്രയാസം നേരിടുമ്പോഴേക്ക് അതൊരു വലിയ നെഗറ്റീവായിട്ട് കാണാതെ വഴി ഇനിയുമുണ്ട്, ശ്രമിച്ചാൽ നമുക്ക് ലക്ഷ്യങ്ങൾ നേടാം എന്ന് ചിന്തിക്കുക. അതിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചതാണ്, അള്ളാഹു നമുക്ക് അനുവദിച്ച കാര്യങ്ങളാണ് സമ്പത്ത്, അതുപോലെ ആരോഗ്യം, ദുനിയാവിലെ ഖൈറാത്തുകളെല്ലാം. പക്ഷെ അതിന് അടിമപ്പെടാതിരിക്കുക, അതിനെയെല്ലാം ഉപയോഗിക്കുക. അത് കിട്ടാതിരിക്കുമ്പോൾ സങ്കടപ്പെടാതിരിക്കുക, തളർന്നു പോകാതിരിക്കുക. എല്ലാം ഖൈറായ വഴിയിൽ ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലക്ഷ്യങ്ങൾ ധാരാളം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകാം. അതെല്ലാം നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒറ്റ വാക്ക് മാത്രം ചേർത്ത് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മോമിനായി ജീവിക്കാം. നമ്മളാരും തികഞ്ഞവൻ എന്ന അർത്ഥത്തിലല്ലല്ലോ, മറിച്ച് എന്തെങ്കിലുമൊക്കെ ഖൈർ എപ്പോഴും കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ഖൈറുള്ള സ്വാലിഹായ ഒരു മനുഷ്യനായി ജീവിച്ചിട്ട് സ്വാലിഹായി മരിക്കണം. നമ്മളെയൊക്കെ മശായിഖുമാർ, അസാത്തിയത്ത് മഹാന്മാർ, അവരെയൊക്കെ പിന്തുടർന്ന് അവരൊക്കെ പോകുന്ന ലോകത്തേക്ക് അവരെ കാൽക്കീലായി പോകാൻ കഴിയണം എന്ന മോഹമാണ്.
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദൻ. اللهم صل وسلم وبارك على سيدنا ومولانا محمد അർഹമർ റഹീമീൻ. യാ റബ്ബി, ഞങ്ങളെല്ലാവരെയും കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിങ്ങളെ ഈ ഒത്തുചേരൽ പടച്ചോനെ നീ ഞങ്ങളെ കൽബിലേക്ക് നോക്കാൻ കാരണമാകുന്ന നല്ലൊരു സുഖമാക്കണേ റഹ്മാനെ. അതിന് തടസ്സമാകുന്ന എന്തൊക്കെ അഴുക്കുകളാണോ നിങ്ങളെ കൽബിലുള്ളത് അത് പൂർണ്ണമായി നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ. നിനക്ക് പൊരുത്തപ്പെട്ടൊരു അടിമയായി ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. നിനക്ക് പൊരുത്തപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നീ പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങൾക്ക് നല്ലൊരു മുഅ്മിനായി ജീവിക്കണം, സ്വാലിഹായ മനുഷ്യനായി ജീവിക്കണം. സ്വാലിഹായ മനുഷ്യനായി ലോകത്തു നിന്നെല്ലാം തുറന്ന യജമാനനായ നിന്നിലേക്ക് തിരിച്ചു വരണം. അതിന് ഞങ്ങൾക്ക് നീയല്ലാത്ത മറ്റൊരു അഭയമില്ല റഹ്മാനെ. നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചോനെ, ദുനിയാവിൽ ഞങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. ഞങ്ങളെയും ഞങ്ങളെ ആവശ്യവും പടച്ച നിന്നോട് ഞങ്ങളതിനെ നീ വിശദീകരിച്ച് ആവശ്യപ്പെടേണ്ടതില്ലല്ലോ റഹ്മാനെ. അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസ്വീർ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ. ആവശ്യങ്ങൾ ഖൈറായ വഴിയിൽ നീ നിറവേറ്റി തരണേ അല്ലാഹ്. നിസ്സാരമായ ദുനിയാവിന് വേണ്ടി, നിസ്സാരമായ മറ്റ് ദുനിയാവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പടച്ചോനെ, യജമാനനായ നിന്നിൽ നിന്ന് ഞങ്ങളെ ഒരിക്കലും മറ്റൊന്നിലേക്ക് തിരിച്ചു നിർത്തരുതേ അല്ലാഹ്. ഒരിക്കലും ഞങ്ങളെ പടപ്പിലേക്കോ ദുനിയാവിലേക്കോ തിരിച്ചുവിടല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഒരിക്കലും ഈ ദുനിയാവിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധിയായ ഹസദ് വെക്കുന്ന മൂമിൻ, അല്ലെങ്കിൽ ഞങ്ങളോട് ദേഷ്യം വെക്കുന്ന മുനാഫിഖ്, അതല്ലെങ്കിൽ ഞങ്ങളോട് പോരാടാൻ വരുന്ന കാഫിർ, പടച്ചോനെ, ഇത്തരം ഒരു ശദാഇദിലും ഞങ്ങളെ നീ മറ്റൊരാൾ വിട്ടുകൊടുക്കരുതേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് കാഫിയാണ്, നീ ഞങ്ങൾക്ക് മതിയായ ഉടമസ്ഥനാണ്. ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളെ ഗുരുനാഥന്മാരുടെ അടുക്കൽ, ഞങ്ങളെ മാതാപിതാക്കളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ തോന്നാറുണ്ട്. ഒരു 4 ദിവസം ഞങ്ങൾ നാട്ടിൽ നിന്നറിയുമ്പോൾ അന്വേഷിക്കുകയും ഞങ്ങളെ കാര്യം തേടുകയും ചെയ്യുന്ന മാതാപിതാക്കൾ, എന്തെങ്കിലും ഒരു വിഷമമുണ്ടെന്ന് കണ്ടാൽ വിളിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന ബാപ്പയെ പോലെ ഉമ്മയെ പോലെ സ്നേഹം തരുന്ന ഗുരുനാഥന്മാർ, അവരെ ആശ്രയിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വലിയ പ്രതീക്ഷ തോന്നാറുണ്ട്. പടച്ചോനെ, അവരെക്കാൾ ഞങ്ങളോട് കരുണയുള്ളവൻ നീയാണ്. നീ ഞങ്ങളെ ഒരിക്കലും കൈവതിയരുതേ റഹ്മാനെ. ഞങ്ങളെ അസാധ്യത്വം ഷായിഖുമാർക്കല്ല, നീ എല്ലാ സന്തോഷവും തരണേ റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാരെയോ മാതാപിതാക്കളെയോ ഞങ്ങളെ കൺമുമ്പിൽ വെച്ച് ഒരു സെക്കൻഡ് പോലും നീ വിഷമിപ്പിക്കരുതേ അല്ലാഹ്, നീ പ്രയാസത്തിലാക്കരുതേ അല്ലാഹ്. പടച്ചോൻ, അവർക്കെല്ലാ ഖൈറാത്തും നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾ കൂട്ടുകുടുംബം, ഭാര്യ, മക്കൾ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ഈ സംവിധാനം ഹാപ്പി സോണിന് വേണ്ടി ഞങ്ങൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ നല്ല കുറെ കൂട്ടുകാർ, ഒരിക്കലും ഒരു ദുനിയാവും കാണുന്നതിന് പകരം യജമാനനായ നിന്റെ വഴിയിലുള്ള ഒരു ഖിദ്മത്താണെന്ന വിശ്വാസത്തിന്റെ പേരിൽ ഇതിനിറങ്ങിയവർ, ഒരാളെയും ഒരിടത്തും നീ പരാജയപ്പെടുത്തരുതേ അല്ലാഹ്. പരാജയപ്പെടുത്താൻ മറ്റൊരാൾക്ക് ഒരു സെക്കൻഡ് പോലും നീ ഇട്ടുകൊടുക്കരുതേ റഹ്മാനെ. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കണക്കാക്കിയ ആയുസ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുന്ന സമയമാകുമ്പോൾ നല്ല സന്തോഷത്തോടെ എല്ലാം തന്നു നീ ഇനിയും തരുമെന്ന് ബോധ്യപ്പെടുത്തി നിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിൽ ആഹ്ലാദത്തോടെ നിന്റെ ഏറ്റവും വലിയ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് എല്ലാം തന്ന നിന്നിലേക്കാണ് വരുന്നത്. നിന്നെ കാണണം, ഹബീബിനെ കാണണമെന്ന മോഹത്തോടെ ആഹ്ലാദത്തോടെ മരിക്കാൻ പടച്ചോനെ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഈ യാചനയെ നീ കാണാതെ തട്ടരുതേ റഹ്മാനെ. ഈ യാത്രക്ക് ശരിവെക്കാതെ ഞങ്ങളെ നീ ഇവിടെ നിന്ന് തിരിച്ചു വിടരുതേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ഖൽബ് എന്നും നീ പൊരുത്തപ്പെടുന്ന രീതിയിൽ ത്വഹാറത്തോടെ ഒരു ലഹ്ള പോലും വിട്ടുപോകാതെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളെപ്പോഴും ഖൈറാക്കണേ റഹ്മാനെ. ഖൈറിന്റെ വഴിയാക്കണേ അല്ലാഹ്. ഒരു സമയവും ഞങ്ങളെ ഷർറിന്റെ വഴിയോ ആക്കരുതേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ നേരിടുന്ന പ്രതിസന്ധികൾ
നിന്നെ ഏൽപ്പിച്ചു റഹ്മാനെ, നിന്നിൽ ഞങ്ങൾ പ്രതീക്ഷ വെച്ചു അല്ലാഹ്. നീ ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ റഹ്മാനെ. ഈ വഴിയിൽ അധ്വാനിക്കുന്ന, സഹായിച്ച, സ്നേഹിച്ച എല്ലാവരെയും നീ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.